ഓൾ, ഗുഡ് ഈവനിങ്. ഇന്ന് ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയുടെ വർക്ക്ഷോപ്പ് നടക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് AI ഏജന്റ്സ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ആണ്. സോ ഇന്നത്തെ മെന്റർ എന്ന് പറയുന്നത് മിസ്സിസ് അനു ബാബു ആണ്. ആള് US നിന്നാണ് ഉള്ളത്, കണക്ട് ആയിട്ടുള്ളത്. ഓക്കെ, സോ അനു, സെഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. വെൽക്കം. താങ്ക് യു. എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ താങ്ക് യു. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പറാണ്. സോ ഓക്കെ, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. ആരൊക്കെയാണ് ഇവിടെ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തവർ? ലൈക്ക് എനിക്ക് ജസ്റ്റ് കൗണ്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നുണ്ടോ എല്ലാവരും? യാ, യൂസ് ചെയ്യുന്നുണ്ട്. യാ, അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തവരുണ്ടോ? ഇല്ല എന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എ ഏജൻസ് ഒരു സ്മോൾ മീഡിയം ബിസിനസ്സിൽ എന്തൊക്കെ യൂസ് ചെയ്യാം എ ഏജൻസ് വെച്ചിട്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ് എന്നെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, ഞാൻ എൻ്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് കങ്ങരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കാക്കനാടിനടുത്ത്. സോ ഞാൻ അവിടെ തന്നെ പഠിച്ചത്. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബിടെക് പഠിച്ചത്. അത് കഴിഞ്ഞ് അവിടെ EYയിൽ കുറച്ചാൾ വർക്ക് ചെയ്തു. പിന്നെ US മൂവ് ചെയ്തു. ഇവിടെ വന്ന് MS എടുത്തു. ഇപ്പൊ ഒരു ഏജൻസി, ഒരു കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AI ഏജൻസിനെ കുറിച്ചും അതിന്റെ ഓട്ടോമേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള. ബേസിക്കലി AI ഏജൻസി തന്നെ ഞാൻ വോയിസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്, ഞാൻ ചോദിച്ചു പറഞ്ഞ ചാറ്റ് ജി പി ടി എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ജനറേറ്റീവ് AI നമ്മൾ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് AI ഏജന്റിലോട്ട് പോകും. ഇപ്പൊ ഇത് തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ പലവർക്കും അത് അറിഞ്ഞുകൂടാ, കൺഫ്യൂഷനാണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു എക്സാമ്പിളിലൂടെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ടെക് സ്പോട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാം. പിന്നെ അതിൻ്റെ തന്നെ AI ഏജന്റിന്റെ കുറച്ച് കമ്പോണൻസ്, ബേസിക്സ്, ലൈക്ക് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഒരു ബേസിക് ആയിട്ട് എങ്ങനെയാണ് ബിഹൈൻഡ് ദ സ്ക്രീൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ ബ്രെയിൻ സ്റ്റോം ഐഡിയാസ് ആണ് ഞാൻ തരുന്ന AI ഏജൻസിനെ കുറിച്ച്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു ലൈവ് ഡെമോ, ഒരു AI വോയിസ് ഏജന്റ് അതിന്റെ ടാസ്ക് ചെയ്യണേ വളരെ ഒരു ലൈവ് ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി. ബേസിക്കലി ഇപ്പൊ AI എന്ന് പറഞ്ഞ ഒരു ഷിഫ്റ്റ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഇൻഡസ്ട്രിയിലും, എല്ലാ ബിസിനസ്സിലും. ഇപ്പൊ അതിന്റെ പുറകെയാണ് എല്ലാവരും. ഇപ്പൊ ഇവിടെയൊക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇപ്പൊ അതിനകത്തേക്ക്. കാരണം അതൊരു ഫ്യൂച്ചർ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു ടൈമാണ് ഇപ്പൊ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജനറേറ്റ് AI സ്റ്റാർട്ട് ചെയ്യാണ്. ജനറേറ്റ് AI എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാറ്റ് ജി പി ടി നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. ബേസിക്കലി ചാറ്റ് ജി പി ടി ആണ് എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ഒക്കെ കൊണ്ടുവന്ന് തന്നെ, ലൈക്ക് കൊള്ളാം, ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ തോന്നിയത് ചാറ്റ് ജി പി ടി റിലീസ് ആയ പിന്നെയാണ്. സോ ചാറ്റ് ജി പി ടി എങ്ങനെ വർക്ക് ചെയ്യണത്, ലൈക്ക് നമ്മൾ യൂസർ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു ആൻസർ ജനറേറ്റ് ചെയ്ത് തരികയാണ്, ഒരു ക്രിയേറ്റ് ചെയ്ത് തരാണ്. ആൻസർ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, ഓഡിയോ ആവാം, വീഡിയോ, എങ്ങനെയാണ് നമ്മൾ ഏത് മോഡലാണ് യൂസ് ചെയ്യുക അതനുസരിച്ച് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടണം. അത് ജനറേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തരികയാണ് നമ്മുടെ പ്രോംപ്റ്റ് അനുസരിച്ച്. അതായത് ബേസിക്കലി ഈ ജനറേറ്റ് ചെയ്യുന്നതിന്റെ വേറെ പേരാണ് LLM. സോ ലാർജ് ലാംഗ്വേജ് മോഡൽ. ആ ഒരു പേരെന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ബില്യൺ ഡാറ്റ വെച്ചിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജനറേറ്റ് AI. അപ്പൊ ആ ഡാറ്റയും അതിനൊപ്പം തന്നെ അതിനെ ഈ ട്രെയിൻ ചെയ്യുന്ന കുറച്ച് പാറ്റേൺസും കുറച്ച് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട്. ആ റിലേഷൻഷിപ്സും വെച്ചിട്ട് അവര് യൂസറിന്റെ നമ്മുടെ ഒരു ഹ്യൂമൻ ലാംഗ്വേജ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഔട്ട്പുട്ടും തന്നെ. അപ്പൊ അങ്ങനെ ഒരു പാറ്റേണിൽ അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കാണ്. അതുപോലെ തന്നെ അതിനകത്തേക്ക് നമുക്ക് ഇടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോംപ്റ്റ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും അതിന്റെ ഔട്ട്പുട്ട്. നമ്മളിപ്പോ ഒരു ഗാർബേജ് ഇൻ മീൻസ് ഗാർബേജ് ഔട്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നു, എന്ത് പ്രോംപ്റ്റിൽ എത്രത്തോളം പ്രോംപ്റ്റ് നന്നാവുന്നു അത്രത്തോളം നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ആയിട്ട് കിട്ടും. സോ നമ്മൾ ഇതിനെ ആപ്ലിക്കേഷൻസ് പറയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഇപ്പൊ എന്ത് സാധനം നമ്മളൊരു കോണ്ടന്റ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ത്രെഡ് കൊണ്ട് നമ്മൾ അതിലിടും, അതിനൊന്ന് റീഫ്രെയിം ചെയ്യും, എല്ലാം ചെയ്യും, എന്നിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ത്രെഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഈ ചാറ്റ് ജി പി ടിയും അങ്ങനെയുള്ള ജനറേറ്റീവ് AIs. അതുപോലെ പേഴ്സണലൈസേഷൻ, നമ്മുടെ ഇമെയിൽ ആയാലും നമ്മളിപ്പോൾ ക്ലയന്റിന്റെ ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് നമ്മൾ ഇമെയിൽ അയക്കാൻ ഉദ്ദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേഴ്സണലായിട്ട് ക്ലയന്റിന് വേണ്ടി പറയുന്ന പോലെ തന്നെ
ഒരു ഇമെയിലോ എന്ത് വേണമെങ്കിലും ഡ്രാഫ്റ്റ് തരുന്ന ഒരു സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റിസർച്ചും ഡെവലപ്മെന്റും ഒക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എ ഏജൻസ് എന്താന്ന് നോക്കാം. എ ഏജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണമസ് സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഈ പറഞ്ഞ നമ്മുടെ LLM-ത്തിന് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇത് എൻവിറോൺമെന്റ് സ്റ്റഡി ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിത് യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഒരു ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അതിന്റെ ബിസിനസ് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്ത് ആ ഇൻഫർമേഷൻ അത് പ്രോസസ്സ് ചെയ്ത് എന്നിട്ട് അതൊരു ഡിസിഷൻ മേക്ക് ചെയ്യും, എന്നിട്ട് ഒരു ആക്ഷൻ ചെയ്യും. ബേസിക്കലി ഡിസിഷൻ മേക്കിംഗ് അത് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ജനറേറ്റീവ് ആയി പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ഉത്തരം തരും. ആ ഉത്തരത്തെ അനലൈസ് ചെയ്യുന്നത് നമ്മളാണ് അവിടെ ഡിസിഷൻ എടുക്കുന്നത്, നമ്മളാണ് ആക്ഷൻ ടേക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു ഏജൻസ് എന്ന് പറയുമ്പോൾ അതാണ് ഡിസിഷൻ എടുക്കുന്നത്, അതാണ് ആക്ഷൻ ചെയ്യുന്നത്. അത് ഇതെല്ലാം പഠിച്ചൊരു അതിനൊരു ഇന്റലിജൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതൊരു ഡിസിഷൻ മേക്ക് ചെയ്ത് നമുക്ക് തരുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ മിക്കവാറും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എനിക്കറിയാം. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് ഇത് രണ്ടും ഡിഫറൻസ് മനസ്സിലാവാണ്ട്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിളിന് അത് സോൾവ് ചെയ്യാൻ വരുന്നൊക്കെ ഒരു ബുക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഹൗ ടു ഡു ബിസിനസ് എന്നൊരു ബുക്ക് നമ്മുടെ പഴയൊരു എൻസൈക്ലോപീഡിയനെയോ ഒക്കെ കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ ബുക്ക് അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും ഉണ്ട്, എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് സ്റ്റാറ്റിക് ആണ്. ലൈക്ക് ഇതിനൊരു ഡിസിഷൻ എടുക്കാനോ ഒരു ആക്ഷൻ എടുക്കാനോ പറ്റില്ല. നമുക്ക് എല്ലാ ഇൻഫർമേഷൻ നമുക്ക് റെഫർ ചെയ്യാം, പക്ഷെ ഒരു ആക്ഷനോ അതല്ലെങ്കിൽ അത് സ്വയം അപ്ഡേറ്റ് ആവുമോ ഒന്നും ചെയ്യില്ല, അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നൊരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ അയാൾക്ക് ബിസിനസ് അറിയാം. ആള് വന്നിട്ട് ഈ ബുക്ക് വന്നിട്ട് സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പുള്ളിക്ക് റെഫർ ചെയ്യുക ഈ ബുക്കിന്. അതുപോലെ തന്നെ പുള്ളി എന്ത് ചെയ്യും, പുള്ളിയുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ പുള്ളിയെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അതായത് കോമ്പറ്റീറ്റേഴ്സ് ഇപ്പം പ്രൊഡക്റ്റിന് വില കൂട്ടി കുറച്ചു, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റി. അപ്പൊ ആളും അതുപോലെ തന്നെ ആളുടെ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പത്തെ ആ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് അതനുസരിച്ച് പുള്ളി കുറെ കാര്യങ്ങൾ മാറ്റും, അപ്ഡേറ്റഡ് ആവും. അതുപോലെ ഡിസിഷൻ മേക്ക് ചെയ്യും, പുള്ളി തീരുമാനിക്കും ഓക്കെ ഇന്നത് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഇന്ന് പുള്ളി ഡിസിഷൻ എടുക്കും, പുള്ളി ടേക്ക് ആക്ഷൻ ചെയ്യും. ആ ഒരു ഡിഫറൻസ് ആണ്. ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ, പക്ഷെ ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ അത് ആക്ഷൻ ടേക്ക് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിഫറൻസ് തന്നെയാണ് നമ്മുടെ ജനറേറ്റ് ചെയ്യുക. നമ്മുടെ ChatGPT നമ്മൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിക്കും, നമുക്ക് ഉത്തരങ്ങൾ കിട്ടും, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തോരം കാര്യം ചോദിച്ചാലും അത് പറഞ്ഞു തരും. പക്ഷെ ആക്ഷൻ എടുക്കണമെങ്കിലോ ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിലോ നമ്മൾ വേണം. അതുപോലെ തന്നെയാണ് ആ ഒരു ഡിഫറൻസ് ആണ് ബേസിക്കലി ഈ തമ്മിലുള്ളത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും റിക്വസ്റ്റുകൾ അത് അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ച് ഒരു ആൻസർ നമുക്ക് ജനറേറ്റ് തരും. വെറാസ് AI ഏജൻസ് എന്ന് പറയുമ്പോൾ അത് പഠിച്ച് അതിൻ്റെ എൻവിറോൺമെന്റ് എന്ത് സിറ്റുവേഷനിലാണ് അത് ചോദിക്കണേ എന്നുള്ളത് പഠിച്ചിട്ട് തിങ്ക് ചെയ്തിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് അത് ബേസ് ചെയ്ത് ആക്ട് ചെയ്യും. അപ്പൊ അതാണ് ആ ഡിഫറൻസ്. ഇപ്പൊ ഞാൻ ജനറേറ്റീവ് AI എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത്ര വിശ്വസിക്കില്ല. സോ നമുക്ക് മാർക്ക് സക്കർബർഗ് എന്താണ് പറയണേ, നമ്മുടെ മെറ്റയുടെ CEO എന്താ പറയണെന്നൊന്ന് കേട്ടുനോക്കാം. സോറി. World where there are going to be hundreds of millions, billions of different AI agents, eventually probably more AI agents than there are people in the world. But a lot of what we're focused on is giving every creator and every small business the ability to create AI agents for themselves, making it so that every person on our platforms can create their own AI agents that they want to interact with. And if you think about it, these are just huge spaces, right? So there are hundreds of millions of small businesses in the world. And one of the things I think is really important is basically making it so with a relatively small amount of work, a business can basically, a few taps, stand up an AI agent for themselves that can do customer support, sales, communicate with all their people, all their customers. I think that every business in the future, just like they have an email address and a website and a social media presence today, I think every business is going to have an AI agent that their customers can talk to in the future. പാഷം പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ പറഞ്ഞ AI ഏജന്റ് എന്തോരും പോസിബിലിറ്റീസ് ഉള്ള ഇമ്പാക്റ്റ് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഇട്ടത്. സോ കറന്റ് പറയണ പോലെ തന്നെ നമുക്കിപ്പോ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടാവും, ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, ഒരു സോഷ്യൽ മീഡിയ ഉണ്ടാവും, നമുക്ക് ഫോൺ നമ്പർ ഉണ്ടാവും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവും. ഒപ്പം തന്നെ ഒരുപാട് AI ഏജന്റ്
1, 2, 3 അങ്ങനെ ഒരു നമ്പർ ഓഫ് AI ഏജൻസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ ചെറിയ ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരോ AI ഏജന്റ് വെക്കുന്ന ഒരു ട്രെൻഡിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് AI ഏജൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ് എന്നൊരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ഈ പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇപ്പൊ ആരെങ്കിലും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഒരുപാട് എന്താ പറയാ, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യൻ മാറുന്ന ഒരു അവസ്ഥയാണ്. ലൈക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ AI ഏജൻസിനെ ഏൽപ്പിച്ച് കുറച്ചും കൂടി ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പൊ നമ്മുടെ ഒരു വേൾഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ ഒരാള് ആരോ ഇത് ChatGPT യൂസ് ചെയ്യുന്നില്ല എന്നൊരു എപ്പോഴാണ് കണ്ടത് ചാറ്റിൽ. സോ ChatGPT യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ട്രൈ വൺസ്, ഫ്രീ വേർഷൻ ഒക്കെ ഉണ്ടല്ലോ, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇപ്പൊ ഒരു ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ റീസെന്റ് അതിനും അപ്ഡേറ്റ് ആയി. അതും ഒരു AI ഒരു സമ്മറി പോലെയൊക്കെ തരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ കുറെ വെബ്സൈറ്റിന്റെ ഓപ്ഷൻസ് ആണ് ഗൂഗിളും ഒക്കെ തരുന്നത് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ. പക്ഷെ ChatGPT എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺക്ലൂഡഡ് ആയിട്ടൊരു ഒരു ഇൻഫർമേഷൻ തരും. സോ അതുകൊണ്ട് ഭയങ്കര ഒരു വ്യത്യാസമാണ്, ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. സോ ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിൽ പോകാം. സോ ഇതാണ് AI ഏജന്റ് ബിഹൈൻഡ് ദി സ്ക്രീൻ, ലൈക്ക് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള സംഭവം. സോ നമുക്ക് ആദ്യം ഈ AI ഏജൻസ് ഈ ഒരു പാർട്ട് അങ്ങ് മറക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രോംപ്റ്റ്സും LLM-ഉം മാത്രം, അതായത് നമ്മുടെ ജനറേറ്റ് AI മാത്രമുള്ള സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ യൂസർ ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, LLM അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെ? അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയിലേക്ക് നമ്മളൊരു ഓർക്കസ്ട്രേഷൻ, AI ഏജന്റ് ഒരു ഓർക്കസ്ട്രേഷൻ അവിടെ കേട്ടിട്ടാണ്. സോ AI ഏജന്റ് എന്ന് പറയുമ്പോൾ അതിന് കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പ്രോംപ്റ്റ് വഴി കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ AI ഏജന്റ് ഇപ്പോൾ ഒരു ബിസിനസ്സിലാണ് ഇരിക്കണമെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരുപാട് നോളജും മെമ്മറിയും എല്ലാം ഈ ഏജന്റിലേക്ക് ആക്സസബിൾ ആണ് ഇവിടുന്ന്. സോ അതുപോലെ തന്നെ ഒരുപാട് ടൂൾസ് അറ്റാച്ച്ഡ് ആണ്. ഇപ്പം അതിന് ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു യൂസർ വന്നിട്ട് ഇപ്പം ഇതൊരു ഡോക്ടർ ഓഫീസാണ്, ഒരു ദന്തിസ്റ്റിന്റെ ഓഫീസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ദന്തിസ്റ്റിന്റെ അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം. സോ ഒരു യൂസർ വന്നിട്ട് ദന്തിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് വിളിച്ചു, കോൾ ചെയ്ത് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ബേസ്ഡ് ഓൺ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാവും, ലൈക്ക് ഓക്കെ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന സമയത്താണ് ഡോക്ടറിന്റെ ഓഫീസ് വർക്ക് ചെയ്യണത്. അപ്പൊ അങ്ങനെയുള്ള നോളജ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് AI ഏജന്റ് എന്ത് ചെയ്യും, ഓക്കെ ഇപ്പൊ സമയം അവൈലബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ കലണ്ടറിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കലണ്ടറിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുക്കിംഗ് ആപ്പിൽ പോയിട്ട് ബുക്ക് ചെയ്യും. ആക്ഷൻ നടക്കും അവിടെ. എന്തുവാ ബിസിനസ് എന്ത് ടൂളാണോ യൂസ് ചെയ്യുന്നത്, ലൈക്ക് അവരുടെ CRM, ബുക്കിംഗ് സിസ്റ്റം, എന്തെങ്കിലും നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് പല ബിസിനസ്സിലും. അപ്പൊ എല്ലാ ടൂൾസിനും ആക്ഷൻ പെർഫോം ചെയ്യും. അതേപോലെ തന്നെ ആ റിപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ എല്ലാത്തിലോട്ട് കണക്റ്റ് ആയതുകൊണ്ട് എല്ലാം ഒരു ഹ്യൂമൻ ലൈക്ക് റിപ്ലൈയും നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ബേസിക്കലി സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്നത്. സോ ഇതെന്ന് വെച്ചാൽ ഞാൻ കുറെ ഒരു ബ്രെയിൻ സ്ട്രോമിങ് ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് അറിയാം ഇപ്പൊ AI ഏജന്റ് എന്താണ്, ജനറേറ്റീവ് AI എന്താണ്. AI ഏജന്റ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്നത്തെ ബിസിനസ്സിൽ. സോ നിങ്ങൾ സ്വന്തമായിട്ട് അധികം ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ലോയർ ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഓട്ടോമേറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡെയിലി വന്നിട്ട് റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കുറേ ടാസ്കുകൾ ഉണ്ടാവും. അത് ബേസിക്കലി പ്രൊഡക്റ്റീവ് ആയിരിക്കണം. എല്ലാ ദിവസവും വന്ന് നമ്മൾ ഒരു മെയിൽ അയക്കുന്നു, ആ മെയിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഫോമാറ്റ് നമുക്കറിയാം. എല്ലാ ദിവസവും വന്ന് നമ്മൾ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു, ആ റിപ്പോർട്ട് ബേസിക്കലി ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം. അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സമയം അങ്ങനെ കുറെ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ പ്രൊഡക്റ്റ് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. വേറെ പുതിയ ക്ലയന്റിലേക്ക് പോകാൻ, പുതിയ ടെക്നോളജി അറിയണം. നമ്മൾ കുറെ കാര്യങ്ങൾ പുറത്ത് കിടക്കുമ്പോൾ നമ്മുടെ കുറെ പഴയ കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ എവിടെയാണ് നിങ്ങൾക്ക് ഒരു ഓട്ടോമേഷൻ വേണ്ടതെന്ന് നിങ്ങൾക്ക് മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ കുറെ ബ്രെയിൻ സ്ട്രോമിങ് ഐഡിയ ആണ് തരുന്നത്. നിങ്ങൾ തിങ്ക് ചെയ്യുക, ഇതൊക്കെ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഏജന്റ് വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്ന സിറ്റുവേഷൻസ് നോക്കുക. സോ ഫസ്റ്റ് പറയുകയാണെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് ഏജൻസ്. നമ്മളൊരു കസ്റ്റമറായിട്ട് എവിടെയൊക്കെ പോകുന്നുണ്ട്, അവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ സപ്പോർട്ട് വേണ്ടി വരുന്നുണ്ട്, എല്ലാം നമുക്കൊരു ഓട്ടോമേഷനിലേക്ക് ചിന്തിക്കാം. ഫോർ എക്സാമ്പിൾ ഈ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് സ്കെഡ്യൂൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്താ കുറച്ച് ജനറൽ ക്വറീസ്, ലൈക്ക്
ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യാനുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ സെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ ഉണ്ട്. അപ്പൊ നമ്പറിലേക്ക് വിളിച്ച ആൾക്കാർ ചോദിക്കും, ഓക്കെ ഇതിന് എത്ര രൂപയാവും, നിങ്ങൾ എത്ര നാളത്തിൽ ഡെലിവറി ചെയ്യും, നിങ്ങൾക്ക് എത്ര ഡിസ്കൗണ്ട് തരാൻ പറ്റും, അങ്ങനെ പല ജനറൽ എൻക്വയറീസ്, നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് കുറെ ചോദിക്കും, നിങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ ചോദിക്കുക. സോ ഇതൊക്കെ ജനറലി അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളിരുന്ന് ദിവസവും ഇരുന്ന് ഈ കോൾ അറ്റൻഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ നമ്മുടെ ഒരാളെന്നെ അപ്പോയിന്റ് ചെയ്താൽ അയാൾ ഇത് റിപ്പീറ്റഡ്ലി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, ഒരു 100 കോളിനൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരിക്കും. സോ അവിടെ നമുക്കൊരു ഏജൻസിന്റെ യൂസ് ഉണ്ട്. ലൈക്ക് ജനറൽ ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ പഠിച്ച് അത് പറഞ്ഞു കൊടുത്തോളും. എന്താണ് അത് നല്ല ലൈക്ക് നമ്മുടെ IVR കോള് പോലെയൊന്നുമല്ല, ജസ്റ്റ് ലൈക്ക് നല്ല ഇന്റലിജൻസ് ഉപയോഗിച്ച് അതൊരു ഹ്യൂമൻ ടച്ചോട് കൂടിയാണ് തന്നെ പറയുന്നത്. സോ അതുപോലെ തന്നെ ഇപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ലീഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണ്, ആള് പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതൊരു ഹ്യൂമന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ കോൾ. പിന്നെ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാം. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഏജൻസിനെ നോക്കുവാണെങ്കിൽ മാർക്കറ്റിംഗ് പലതരത്തിൽ ചെയ്യും. നമുക്കറിയാം മാർക്കറ്റിംഗിന്റെ ആൾക്കാരാണ് അധികം എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുമ്പോൾ ഇമെയിൽസ് ഒരുപാട് അയക്കുമല്ലോ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് റെന്റിന് എടുക്കണം. നമ്മൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് സൈറ്റിലൊക്കെ കയറി നോക്കി. അപ്പൊ ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നു, നമ്മൾ അവർക്ക് ഇമെയിൽ അയച്ചു. പക്ഷെ നമ്മൾ അയച്ചത് 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 8 മണിക്ക് ശേഷമാണ്, അവരുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞു. സോ അവിടെ സ്റ്റാഫ് ഒന്നുമില്ല. സോ ഇമെയിൽ അവിടെ ചെന്നു, അവർ റെസ്പോണ്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വെബ്സൈറ്റിലോട്ട് പോയി സെർച്ച് ചെയ്ത് അടുത്ത അവർക്ക് അങ്ങനെ അതിനകത്തേക്ക് പോകും. സോ അതിന് പകരമായിട്ട് ആ അപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ ഒരു ഏജന്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇമെയിലിന് ഈ ഏജന്റ് റെസ്പോണ്ട് ചെയ്യും. എങ്ങനെ? ഭയങ്കര പേഴ്സണലൈസ് ആയിട്ട്. ഇപ്പൊ ഹായ് അനു, നിങ്ങളുടെ നിങ്ങളുടെ ഇമെയിൽ കണ്ടു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. സോ നിങ്ങൾക്ക് ഇപ്പൊ 1 BHK ആണ് നോക്കുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യ്, നമ്മുടെ റെസ്ട്രിക്ഷൻസ്, നമ്മുടെ റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു. മീൻ വൈ നാളെ ഇന്ന സമയത്ത് തൊട്ട് നമ്മുടെ ഓഫീസ് ഓപ്പൺ ആവും, അപ്പൊ നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ് വിളിക്കും. സോ അവിടെ ഒരു കസ്റ്റമർ നമ്മൾ എൻഗേജ് ചെയ്യാണ്. അയാൾ വേറെ ഒരു സെർച്ച് ചെയ്ത് പോണേക്കാൾ മുന്നേ തന്നെ നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റീസ്, നമുക്കുള്ള ഓപ്ഷൻസ്, നമ്മുടെ കുറെ കാര്യങ്ങൾ, കുറെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം. സോ കസ്റ്റമർക്ക് അവിടെ കുറച്ചും കൂടി ഒരു റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ആയിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാ ഒരു ഓഫീസ് ടൈം അല്ലാത്തൊരു സമയത്ത് പോലും അവിടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. 24/7 നമുക്ക് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതേപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലീഡ് ജനറേഷനും ലീഡ് ക്വാളിഫിക്കേഷനും നമുക്ക് സെയിൽസിന്റെ ബേസ് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം ഈ ഏജന്റ് അങ്ങോട്ട് വിളിക്കുന്നു, നമുക്കിപ്പോൾ എവിടെയെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്നോ മറ്റും നമുക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവർ അങ്ങോട്ട് വിളിച്ചിട്ട് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ കോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഏജൻസ് തന്നെ ചെയ്യും. അപ്പൊ അവര് കുറച്ചും കൂടി എന്താ പറയാ ഇന്റലിജൻസ് യൂസ് ചെയ്ത് അവർക്ക് എല്ലാ ഇൻഫോർമേഷൻസ് ഈ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബിസിനസിന്റെ നമ്മൾ എന്തൊക്കെയാണോ അവരുടെ ഒരു ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്കത് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് അവർ വിളിക്കും, അവർ കളക്ട് ചെയ്യും ഇൻഫോർമേഷൻസ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ട് എങ്ങനെയാണ് നമ്മുടെ എക്സ്പെൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് അവിടെ കുറെ എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്കൊരു ഏജൻസിനെ ഏൽപ്പിക്കാൻ കഴിയുന്ന കുറെ ഏരിയാസ് ആണ്. HRR റിക്രൂട്ട്മെന്റ്. ആക്ച്വലി ഞാൻ റീസെന്റ് ഒരു ഡെമോ കാണാൻ ഒരു പ്രൊഡക്റ്റിന്റെ ഡെമോ ആണ് കണ്ടത്. അതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്റർവ്യൂ ഇറ്റ്സെൽഫ് ഒരു ഏജന്റ് ആണ് എടുക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ജാവ ഡെവലപ്പറിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ ഈ ഏജന്റിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഒരു സ്പെഷ്യലിസ്റ്റ് ഇൻ ജാവ ആള് വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന പോലെ തന്നെ ഏജന്റ് ഇരുന്ന് ഇന്റർവ്യൂ എടുക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, മറ്റേ കാൻഡിഡേറ്റിന്റെ ആൻസർ മേടിച്ച് അതിനെ മനസ്സിലാക്കി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ റെസ്യൂമെ ഒക്കെ എടുത്തിട്ട് അതിനെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ, സോർട്ട് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏജൻസിനെ ഏൽപ്പിക്കാൻ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംഭവമാണ്. അതുപോലെ ഓപ്പറേഷൻ ലോജിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ്, അതേപോലെ ഡെലിവറി സ്കെഡ്യൂളിങ്, അങ്ങനെയുള്ള എല്ലാ സപ്ലൈ ചെയിൻ വരുന്ന പല കാര്യങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏജന്റിനെ ഏൽപ്പിക്കുക. റിപ്പീറ്റഡ് ടാസ്ക് ആയിരിക്കും, നമുക്ക് ഏജന്റിനെ ഏൽപ്പിക്കാവുന്നതാണ്. പിന്നെ പ്രൊഡക്ടിവിറ്റി കൊളാബറേഷൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞ സ്കെഡ്യൂളിങ്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് സ്കെഡ്യൂൾഡ് ആയിട്ട് ഓരോ അപ്പോയിന്റ്മെന്റ്സും സ്കെഡ്യൂൾഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ബിസിനസ്സിലും ഭയങ്കര നല്ല കാര്യമാണ്. നമ്മുടെ സമയം ഒരുപാട് സേവ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ
നമ്മളൊരു അപ്പോയിന്റ്മെന്റ് നേരത്തെ കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ചേക്കുന്നതിന് റിമൈൻഡേഴ്സ് അയക്കാം. അതൊക്കെ ഔട്ട് ബൗണ്ട് കോൾ തന്നെത്താൻ ഏജന്റ് ചെയ്തോളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് കളക്ഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമുക്കറിയാം. നമ്മൾ കാർ സർവീസിന് ചെയ്യാൻ പോയി, അപ്പൊ നമ്മൾ സർവീസ് ചെയ്ത് പോയി, അവിടെ ബിസിനസ് തീരരുത് അല്ലേ? അപ്പൊ നമുക്ക് അറിയണം അവർക്ക് എങ്ങനെ ഉണ്ടായി, അവർ പിന്നെയും നമ്മുടെ അടുത്ത് വരണം, നമ്മുടെ സർവീസ് സെന്ററിലേക്ക് വരണമെങ്കിൽ നമ്മൾ അറിയണം അവർക്ക് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ഫീഡ്ബാക്ക് നല്ലതാണോ ചീത്തയാണോ, അവർ റെഫർ ചെയ്യാൻ ചാൻസ് ഉണ്ടോ ആർക്കെങ്കിലും, ഈ കാർ സർവീസിൽ നിന്ന് നല്ലതാണ്, ഇങ്ങനെയുള്ള ഫീഡ്ബാക്സ് നമുക്ക് കളക്ട് ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫീഡ്ബാക്ക് കോൾസ് ഒക്കെ നടത്തും. നമ്മളൊരു മനുഷ്യനിരുന്ന് വിളിക്കാൻ പോവുകയാണെങ്കിൽ ലൈക്ക് ഒരു എൻലെസ് ടാസ്ക് ആയിരിക്കും. അതുപോലെ തന്നെ അതൊട്ടൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ടാസ്ക് ഒക്കെ ഏജൻസിന് ഏൽപ്പിക്കാം. പിന്നെ ഡാറ്റ അനലിറ്റിക്സ്, ഡെഫിനറ്റ്ലി ഒരുപാട് റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡാഷ്ബോർഡ്സ് ഉണ്ടാക്കാൻ പറ്റും AI ഉപയോഗിച്ചിട്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ക്രിയേറ്റീവ് ഏജൻസ്, ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും ക്രിയേറ്റീവ് ഏജൻസ്. നമ്മളിപ്പോൾ യൂട്യൂബ് ആയാലും എന്ത് കോണ്ടന്റ്സ് ആയാലും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് അധികവും ChatGPT ബേസ് ആണ്. അതുപോലെ തന്നെ AI ഏജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് തന്നെ ത്രെഡ് ചെയ്ത് എടുത്ത് അത് തന്നെ പോയി സെർച്ച് ചെയ്ത് ഈവൻ ഇൻക്ലൂഡിങ് നമ്മുടെ സൈറ്റേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് നമുക്ക് ഒരു ഫുൾ കണ്ടന്റ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. നമുക്കത് വേണമെങ്കിൽ ഒന്ന് ഓക്കെ ഇവാലുവേറ്റ് ചെയ്ത് ഇടാൻ പറ്റും. ഇപ്പം നമുക്കറിയാം ലിങ്ക്ഡിൻ പോസ്റ്റ് ഇപ്പോൾ കുറേ പേര് ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി അതിന് ഗുഡ് സൈഡ് ഉണ്ട് ബാഡ് സൈഡ് ഉണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല ഇതൊരു AI ഏജന്റ് ചെയ്താണെന്ന്. അത് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചേക്കാൻ നമുക്ക് മനസ്സിലാവില്ല. ഇവൻ കമന്റ്സ് പോലും പോസ്റ്റ് ഇടുന്നതും എല്ലാം ഓട്ടോമേറ്റ് വെച്ചിട്ടുണ്ട്, മനസ്സിലാവുമില്ല. പക്ഷെ ചിലവരുടെ കേസ് എന്ന് വെച്ചാൽ ഈ പ്രോംപ്റ്റിംഗ് നല്ലതാണ്. പ്രോംപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോംപ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ പ്രോംപ്റ്റിംഗ് നല്ലതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതിപ്പോ അവര് എത്രത്തോളം പേഴ്സണലൈസ്ഡ് ആണ്, അതല്ലെങ്കിൽ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒരുപാട് നമുക്കിപ്പോ അങ്ങനെയുള്ള പോസ്റ്റുകളും കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. സോ ക്രിയേറ്റീവ് ഏജൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്, നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ലൈക്ക് നമ്മളൊരു കുറച്ചും കൂടി സൂപ്പർവിഷൻ, കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ഇടാന്ന് പറഞ്ഞാൽ എത്രത്തോളം പേഴ്സണലൈസ്ഡ് ആണോ അത്രത്തോളം നല്ലത്, അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സൂപ്പർവിഷൻ വേണം എന്ന് മാത്രം. അതുപോലെ ഇൻട്രസ്റ്റ് സ്പെസിഫിക് ഏജൻസി, ഇൻട്രസ്റ്റ് ഇപ്പൊ എല്ലാം ഇൻട്രസ്റ്റ് സ്പെസിഫിക് ആണ്. എന്നാലും കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും നമ്മൾ ഏജൻസി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം കുറച്ച് കംപ്ലയൻസസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരാളുടെ മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് ഒരിക്കലും വേറെ ആൾക്ക് പാസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഓരോ കൺട്രി ഓരോ സ്ഥലത്തിന്റെയും റൂൾസ് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള ബേസ് നമുക്ക് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എന്താണോ വേണ്ടത് അതിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും റൂൾസ് വെച്ചിട്ട്. അതായത് ഇപ്പൊ റെക്കോർഡിംഗ് വേണ്ടേ, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെയൊക്കെയാണ് ഹിപ്പ കംപ്ലയൻസ് എന്ന് പറയും. അതായത് കുറെ ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന കുറെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവരുടെ ഇൻഫർമേഷൻ പുറത്തേക്ക് പോകരുത് എന്നുള്ള കുറെ കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. റിയൽ എസ്റ്റേറ്റ് ഏജൻസിനാണെങ്കിൽ ക്ലയൻസിന്റെ ഇൻഫർമേഷൻസ് പുറത്തേക്ക് പോകരുത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഏതൊരു ഇൻഡസ്ട്രീന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതൊക്കെയാണ് നമുക്കൊരു ബ്രെയിൻ സ്ട്രോമിങ് ഐഡിയ ആണ്. നിങ്ങൾ തന്നെ തിങ്ക് ചെയ്യുക എന്തൊക്കെ ഏരിയ ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ലൈവ് ഡെമോയിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട്സ് ഇത്രയും നേരത്തെ പറഞ്ഞതിൽ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ കമന്റ്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തംസപ്പ് ഇട്ടങ്ങ് മുന്നോട്ട് പോവാം. ആർക്കും ഒരു ഡൗട്ടില്ലേ? ഓക്കെ, മുന്നോട്ട് പോവാല്ലേ? ഓക്കെ, അപ്പം ലൈവ് ഡെമോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു സിസ്റ്റമാണ്, ഭയങ്കര ബേസിക് ആയിട്ടൊരു സിസ്റ്റം. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കമ്പനിയുടെ ഒരു സിസ്റ്റമാണിത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമുക്ക് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഏജന്റ് നെയിംസ് പറയുകയാണെങ്കിൽ 1 സെക്കൻഡ്, ഇപ്പൊ പറയുകയാണെങ്കിൽ എന്താ പറയാ, കാലണ്ടർലി, അതേപോലെ തന്നെ ക്യാൻവയുടെ ഒക്കെ ഇപ്പൊ ഒരു പുതിയ ഫീച്ചർ വരുന്നുണ്ട് AI ഉപയോഗിച്ചിട്ട്. AI ഏജൻസ് എന്ന് പറയുമ്പോൾ അത് ഓരോ കമ്പനിക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്യണേ. ഇപ്പൊ ChatGPT റീസെന്റ് ഒരു AI ഏജന്റ് അവരുടെ എന്തോ ഒരു പ്രീമിയം അക്കൗണ്ടിൽ ഉണ്ടാക്കുന്നുണ്ട്.
അതായത് എനിക്ക് തോന്നുന്നു അവരുടെ ഇതിനു വേണ്ടിയിട്ടാന്ന് തോന്നുന്നു അപ്പോയിൻമെന്റ് സ്കെഡ്യൂളിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പുതിയ ഏജൻസ് വരുന്നുണ്ട്. നെയിം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എനിക്ക് നെയിം ചെയ്യാൻ കിട്ടുന്നില്ല, സത്യം പറഞ്ഞാൽ അതാണ്. കാരണം ഓരോ ബിസിനസ്സുകാരും അവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ ഏജൻസിനെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരു ലോയർ ആണെങ്കിൽ അയാൾക്ക് അയാളുടെ ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആൾ ഏജന്റ് ഉണ്ടാക്കുന്നത്. സോ അത് ചാറ്റ് ബോട്ട് ആവാം, വോയിസ് ഏജന്റ് ആവാം, അങ്ങനെയുള്ള എന്തും ആവാം. എന്ത് ടൈപ്പ് ഓഫ് നമ്മൾ ആക്ടിവിറ്റി ആണോ ചെയ്യേണ്ടത്. ഇപ്പൊ ചാറ്റ് ബോട്ട് നമുക്കറിയാം, നമുക്ക് ഓൾറെഡി ചാറ്റ് ബോട്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാ അത് ബേസിക്കലി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടാഗ് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മുടെ HDFCയുടെ ഒക്കെ ചാറ്റ് ബോട്ട്സ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് എങ്ങനെയാ നമ്മൾ അക്കൗണ്ട് എന്നൊരു വാക്ക് കിട്ടിയാലാണ് അവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കുക. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ AI എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ വേറെ എന്തെങ്കിലും ഓക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനാ കാര്യം മനസ്സിലാവും. ഓക്കെ, ഇന്നതാണ് കസ്റ്റമറിന് വേണ്ടത്. നമ്മളൊരു ഹ്യൂമൻ ടു ഹ്യൂമൻ സംസാരിക്കുമ്പോൾ അതിന് അവർക്ക് മനസ്സിലാവും. നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അക്കൗണ്ട് ഡീറ്റെയിൽസ് പറയുള്ളൂ എന്നല്ലല്ലോ. അതുപോലെ ആ ഇത് ഉപയോഗിച്ച്, ആ ഇന്റലിജൻസ് ഉപയോഗിച്ച് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ വോയിസ് ഏജൻസ് ആണെങ്കിലും നമ്മളിപ്പോൾ യെസ് ഓർ നോ, അല്ലെങ്കിൽ പണ്ടത്തെ നമ്മുടെ IVR സിസ്റ്റം എങ്ങനെയാ വൺ ഞെക്കുക ഇങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല. കുറച്ചും കൂടി നമ്മൾ എന്താണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത് റിപ്ലൈ തരുന്ന ഒരു സിസ്റ്റമാണ്. സോ എക്സാമ്പിൾസ് നെയിം ആയിട്ടെങ്കിൽ മെൻഷൻ ചെയ്യാനില്ല. പക്ഷെ ഒരുപാട് ടൂൾസ് ഇപ്പം ഉണ്ട്. ഒരുപാട് ടൂൾസ് ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ക്യാൻവയിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് AI വെച്ചിട്ട് കുറേ ഫീച്ചേഴ്സ് ഒക്കെ. അതുപോലെ ഓരോ ഓരോ ഇതും നമുക്ക് പുതിയ പുതിയ ഓപ്ഷൻസ് തരുന്നുണ്ട്. ഓരോ ബിസിനസ്സുകാർ അവരവരുടെ രീതിയിൽ ചെയ്യുന്നുണ്ട്. സോറി, എൻ്റെ സ്ലൈഡ് മാറിപ്പോകുന്നുണ്ട് ഞാൻ ചാറ്റ് വെക്കുമ്പോൾ. ഓക്കെ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചാറ്റ് ബോട്ട് ആൻഡ് AI ഏജൻസ്? ഓക്കെ, ട്രഡീഷണൽ ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അവരെ ടാഗ് വെച്ചിട്ടാണ് അവർ സെർച്ച് ചെയ്യുന്നത്. നമ്മുടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ എന്താണ് ചോദിക്കുന്നത് മനസ്സിലാക്കുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ ടാഗ് ഇടില്ലേ, ആ ടാഗ് വെച്ചിട്ടാണല്ലോ നമ്മുടെ വീഡിയോ കയറി വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത് എന്നുള്ളതിന്റെ ടാഗ് വെച്ചിട്ടാണ് അവർ റിപ്ലൈയും ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ വേറെ AI ഏജന്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഇപ്പം നമ്മളിങ്ങനെ ഓക്കെ എൻ്റെ ഇതിനകത്ത് ഒരു ഫ്രോഡ് നടന്നു എന്ന് കണ്ടു, അപ്പൊ അത് അപ്പോഴേക്കും പോയിട്ട് ചെക്ക് ചെയ്യും. നമുക്ക് ഒരു ടാഗിന് വേണ്ടി സെർച്ചിങ് അവിടെ നടക്കുന്നില്ല. നമ്മൾ ഹ്യൂമനോട് സംസാരിക്കുന്ന പോലെ തന്നെ അത് ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ പറയും. നമ്മൾ എന്തെങ്കിലും ക്വറി ചോദിക്കുകയാണെങ്കിൽ അതിന് ആ ഇന്റലിജൻസ്, ഇപ്പം നമുക്ക് ChatGPT ഇപ്പൊ പഴയ ഗൂഗിൾ തരുന്ന പോലെ അല്ലല്ലോ. അത് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഇന്ററാക്റ്റീവ് മെത്തേഡ്, നമ്മുടെ ഹ്യൂമൻ ലൈക്ക് ടോണിലാണ് നമുക്ക് റിപ്ലൈ തരുന്നത്. അതുപോലത്തെ റിപ്ലൈസ് ആയിരിക്കും ഒരു AI ഏജന്റ് തരിക. So, I am a traveling consultant. How can I use AI agent in my business? Travel consultant. Okay. Travel consultant ആണെങ്കിൽ ഐ തിങ്ക് ഓക്കെ, ഇപ്പൊ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എനിക്ക് ഓക്കെ ഒരു ഫ്ലോറിഡയ്ക്ക് ഒരു ട്രിപ്പ് പോകണം, എനിക്ക് കുറച്ച് പറയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളുടെ സൈറ്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ബേസിക്കലി ഇപ്പൊ അവരുടെ ഒരു വെക്കേഷൻ പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ന ദിവസങ്ങളാണ് അവധി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് തന്നെ ഈ ഏജന്റ് തന്നെ പോയിട്ട് ചെക്ക് ചെയ്യും, എല്ലാം പോയി ചെക്ക് ചെയ്യും. ലൈക്ക് വെതർ എങ്ങനെയുണ്ട്, ഫ്ലോറിഡയിലെ വെതർ എങ്ങനെയുണ്ട്, ഇപ്പൊ അവിടുത്തെ ഫുഡ് ഓപ്ഷൻസ് എന്തൊക്കെ, അവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ പോയി വിസിറ്റ് ചെയ്യാൻ, ഫേമസ് ടൂറിസ്റ്റ് പ്ലേസസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ട്രാവൽ ഓപ്ഷൻസ്, എയർപ്ലെയിൻ ഉപയോഗിച്ചു അല്ലെങ്കിൽ എങ്ങനെ ട്രാവൽ, ഒരേ ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് അനലൈസ് ചെയ്തിട്ട് ഈ കസ്റ്റമർക്ക് ഒരു റിപ്ലൈ കൊടുക്കും. ലൈക്ക് ഓക്കെ, നിങ്ങൾക്ക് ഈ സമയത്ത് വെതർ ഇതിനെ പോലെയാണ്, സോ ലൈക്ക് യു ക്യാൻ ഇന്ന പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഇന്ന സ്ഥലങ്ങളാണ് നമുക്കുള്ളത്, അവിടെയൊക്കെ ഇത് ഓരോ സ്ഥലങ്ങളിലെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് കൊടുക്കാം. അതുപോലെ എന്താ പറയാ, അവരുടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഹ്യൂമൻ പോയിട്ട് ഇതൊക്കെ കൂടി പോയി സെർച്ച് ചെയ്യാൻ പോയാൽ കുറെ സമയം എടുക്കും അല്ലേ. നമ്മൾ വെതർ പോയി ചെക്ക് ചെയ്യണം, അവർക്ക് പ്രിക്കോഷൻസ് കൊടുക്കാൻ പോകണം, അവർക്ക് എയർലൈൻ ടിക്കറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോയിട്ട് ബാക്കിൽ പോയി സെർച്ച് ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് തന്നെ എല്ലാം AI ഏജൻസ് പോയി ചെയ്തോളും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള നമുക്കൊരു ഫുൾ ഇൻഫോർമേഷൻസ്, ഒരു ഫുൾ പാക്കേജ് പോലെ എന്താണോ കസ്റ്റമറിന് വേണ്ടത് അത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പറഞ്ഞൊരു ഐഡിയ ആണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് കസ്റ്റമറിന്റെ
റിക്വസ്റ്റുകൾ വരുന്നേ എന്ന് അറിഞ്ഞാലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ ഒരു ജനറലി ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കയറിയിട്ട് എന്താ ചെക്ക് ചെയ്യണം, നമ്മളൊരു ടൂർ പോകുമ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യും എന്നുള്ളത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ AI agents can reason. എക്സാക്ട്ലി. AI ഏജൻസ് ഒരു റീസണിങ് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഓക്കെ ഈ ആളുടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇതിപ്പോ ചെയ്യേണ്ടത് ഇന്ന കാര്യമാണെന്ന് ആള് തന്നെ ഡിസിഷൻ എടുക്കുകയാണ് AI ഏജന്റ്. പക്ഷെ ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കീവേഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഇനി ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്നാൽ ലൈവ് ഡെമോയിലേക്ക് പോവാം. എൻ്റെ സ്ലൈഡ് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്, സോറി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, ഞാൻ പോവാണ്. അപ്പം ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഒരു ചെറിയൊരു ഓട്ടോമേഷൻ ആണിത്. സോ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പ്രോസ്പെക്റ്റ് വിളിക്കുകയാണ്, അതായത് നമ്മുടെ ഒരു ക്ലയന്റ് വിളിക്കുകയാണ്, അവർക്ക് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സോ ഈ ഏജന്റ് എടുക്കും കോൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആള് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് അതൊരു ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോകും. അവിടെ വെച്ചിട്ട് ഡിസിഷൻ നടക്കുകയാണ്. ലൈക്ക് എന്താണ് ഇപ്പോൾ ഓക്കെ ഇതൊരു ക്വാളിഫൈങ് ലീഡാണോ ഡിസ്ക്വാളിഫൈങ് ലീഡാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ക്ലയന്റ് ആണോ എന്നൊക്കെ ഉള്ളത് ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഇൻഫർമേഷൻ, നമുക്കറിയാം ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലയന്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞതോ അപ്പം യൂസ്ഫുൾ അല്ലെങ്കിലും നമ്മൾ പിന്നീട് ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഈ എല്ലാ ഇൻഫർമേഷൻസും ഒരു CRത്തിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ഗൂഗിൾ ഷീറ്റാണ്, അതിനകത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ അതൊരു ക്വാളിഫൈങ് ലീഡ് ആണെങ്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് സ്കെഡ്യൂൾ ചെയ്യാൻ കൊടുക്കും. ഇതാണ് ഇത് ചെയ്യുന്ന ഒരു ടാസ്ക്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു ഏരിയ ആട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ടാസ്ക് എടുത്ത് കാണിക്കണമെന്നേ ഉള്ളൂ. സോ ഞാനിവിടെ എൻ്റെ ഓക്കെ സോ ഞാൻ ഇവിടെ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 2 ടൂൾസ് ആണ്, വാപ്പി മേക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഒന്ന് റൺ ചെയ്യാം, എന്നിട്ട് കോൾ ചെയ്ത് കാണിച്ചു തരാം. സോ ഞാൻ വിളിച്ചു നോക്കാം. സ്ക്രീന് ഞാനിപ്പോ ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ വിളിക്കാൻ പോവാണ്. Hello, Keeneth Properties. This is Lisa. How may I assist you today? Hi, Lisa. I would like to buy a property. Hi, I can help you with that. May I have your name, please? My name is Babu. Thanks, Babu. Are you looking to buy a property in a specific area within the New York region? Yeah, I am looking for in New York region. Got it. Just to clarify, are you looking for a new construction property or a newly listed resale property? New construction property. Thanks for sharing that. When are you planning to make your move? Okay, in 2 months. Just to confirm, you're planning to move in the next 2 months, correct? Yes. Great. Have you been pre-approved for a mortgage loan? Yeah, I already been approved for the mortgage. Thanks for confirming that, Babu. Just to recap, you're looking to buy a new construction property in the New York region. You plan to move in 2 months. You have been pre-approved for a mortgage. You seem like a perfect match for one of our agents. Let me book an appointment for you. Could you provide your preferred date and time for the appointment? Okay, what about tomorrow at 1 p.m.? Hold on a sec. Your appointment has been successfully scheduled for tomorrow at 1 p.m. Thanks for sharing your information, Babu. Thank you. If you have any questions. Okay, അപ്പൊ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഇവിടെ ബുക്ക് ആയിട്ടുണ്ട്. Let me 1
സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഗൂഗിൾ കലണ്ടറിൽ ബുക്ക് ആയിട്ടുണ്ട്. ടുമാറോ 26 ബാബു എന്നുള്ള പേരിൽ എനിക്കൊരു അപ്പോയിൻമെന്റ് ബുക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റിൽ ഹലോ അനു, യാ നമ്മുടെ സ്ക്രീനില് താങ്ക് യു എന്നുള്ള ഒരു സ്ക്രീൻ കാണുന്നത് പ്രസന്റേഷൻ. എന്ത് സ്ക്രീനാണ് കാണുന്നത്? അനുവിന്റെ ഫൈനൽ സ്ക്രീനില്ലേ താങ്ക് യു എന്നുള്ളത്, അതാ കാണിക്കുന്നത്. ആ ഗൂഗിൾ ഷീറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. സ്ലൈഡ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, 1 സെക്കൻഡ്, സോറി. ഓക്കെ. സ്റ്റോപ്പ് ഷെയർ. സ്ക്രീനിൽ മേ ബി ആ ഒരു സെലക്ട് ചെയ്തത് ചേഞ്ച് ആയി പോയിട്ടുണ്ടോ? നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. സോറി, എനിക്കത് മനസ്സിലായില്ലായിരുന്നു. മനസ്സിലാക്കി. ആ കോളുള്ള ടൈമിലായിരുന്നു അവനെ വന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കാണുന്നുണ്ടോ? ഒന്നും വന്നില്ല. ഇല്ല. ഇല്ല ഇല്ല. ഇപ്പോഴോ? Still no? ആ ജസ്റ്റ് ഗൂഗിൾ ഷീറ്റ് കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ, കണ്ടിന്യൂ. സോറി, ഞാനത് മിസ്സായി പോയി. ഇതാണ് ഞാൻ പറഞ്ഞ It's മെയിൻ okay. പ്ലാറ്റ്ഫോമും വാപ്പിയുടെ പ്ലാറ്റ്ഫോമും. ഇത് 2 ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ വിളിച്ച കോള് നിങ്ങൾ കേട്ട് കാണുമല്ലോ. കോള് ഓഡിയോ ഓക്കെ ആയിരുന്നല്ലേ? കോളിന്റെ ഓഡിയോ അതെ അതെ, ഓക്കെ ആയിരുന്നു? യെസ്, അതെ അതെ, ഓക്കെ ഓക്കെ. കേട്ടിരുന്നു. ഓക്കെ. അപ്പൊ ആ കോളിനകത്ത് നമ്മളൊരു അപ്പോയിന്റ്മെന്റ്, അല്ല, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ വിളിച്ചു, ഒരു ഓഫീസിലേക്ക് വിളിച്ചു. അവർ നമ്മുടെ ലീഡ്സ് ഇൻഫർമേഷൻ ഒക്കെ ബേസ് ചെയ്ത് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു. അതൊരു ചെറിയൊരു സംഭവമാണ് നമ്മൾ ചെയ്തത്. അപ്പൊ എൻ്റെ ഗൂഗിൾ കലണ്ടറിൽ വന്നിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗൂഗിൾ ഷീറ്റിൽ അതിന്റെ ഇൻഫോർമേഷൻസ് സേവ് ആയിട്ടുമുണ്ട്. കണ്ടോ, ഞാൻ വിളിച്ചു, ബാബു വിളിച്ചു. അപ്പൊ ആ ഇൻഫോർമേഷൻസും ഒക്കെ സേവ് ആയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഏത് റീജിയനാണ് നോക്കുന്നത്, ബയ്യർ ആണ്, 2 മന്ത്സിനുള്ളിലാണ്. അതേപോലെ ഞാൻ വിളിച്ചതിന്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാനും ഏജന്റും തമ്മിൽ കോൺവെർസേഷൻസ് ഫുൾ ഉണ്ട്. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്, സമ്മറി ഉണ്ട്. സമ്മറി ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ്. ലൈക്ക് ഇപ്പം നമുക്ക് നമ്മുടെ ക്ലയൻസ് വിളിച്ചു കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ഇവർ ശരിക്കും എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമ്മറിയും ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ ഒരു റെക്കോർഡിംഗ് URL ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നീട് വേണമെങ്കിൽ റെക്കോർഡിംഗ് കേൾക്കണമെങ്കിൽ റെക്കോർഡിങ്ങും. Hello, Keynes Properties. This is Lisa. How may I assist you today? Hi, Linda. ഇതാണ് ഞാനും ആ ഏജന്റും തമ്മിൽ നടന്ന കോൺവെർസേഷന്റെ റെക്കോർഡിങ്ങും അവിടെ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ സംഭവിച്ചത്. അതായത് ബേസിക്കലി ബിസിനസ്സുകാരെ വിളിച്ചു, ആളെന്ത് ചെയ്തു, അവർ എപ്പോഴോ ലൈക്ക് 24/7 ഈ ഏജന്റ് ഉണ്ടാവും. സോ നമ്മൾ സെല് ചെയ്യാനോ വാങ്ങിക്കാനോ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ഏജന്റ് എന്ത് ചെയ്യും, അവരുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. ലൈക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ലീഡിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ എടുത്തിട്ട്, സോ അതൊരു പൊട്ടൻഷ്യൽ ബയർ ആണ്, അല്ലെങ്കിൽ അവർ നോക്കുന്ന ടൈപ്പ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഡ് ക്വാളിഫൈഡ് ആവും. സോ അങ്ങനെ ക്വാളിഫൈ ആയിട്ടുള്ള ലീഡ്സിന്റെ അപ്പോയിന്റ്മെന്റ് സ്കെഡ്യൂളും. സോ സ്കെഡ്യൂൾ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സ്കെഡ്യൂൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഏത് ടൈം കൊടുത്താലും അവർ സ്കെഡ്യൂൾ ചെയ്ത് തരുമായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് വെക്കാം. ഓഫ് കോഴ്സ് അവരുടെ ബിസിനസ് അവേഴ്സ് നോക്കിയിട്ട്, അതേപോലെ തന്നെ ഓൾറെഡി ബുക്ക്ഡ് ആണോ എന്നുള്ള സിറ്റുവേഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡിഫൈൻ ചെയ്ത് നമുക്കൊരു എന്താ പറയാ, ഓരോ റൂൾസ് കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഏജന്റിന്. ഇപ്പൊ ബേസിക്കലി ഇത് വർക്ക് ചെയ്ത് നമ്മൾ ഏത് ടൈം കൊടുത്താലും അത് ബുക്ക് ചെയ്ത് തരുന്ന പോലെയാണ്.
സോ ഇതാണ് ആ ഒരു സിമ്പിൾ AI ഏജന്റ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു IVR കോൾ വിളിക്കുന്ന പോലെ അല്ല. ബേസിക്കലി ഇറ്റ് ഈസ് യൂസിങ് ഇസ് ഇന്റലിജന്റ് ആൻഡ് ഓൾസോ അതൊരു ഹ്യൂമൻ ടച്ചോടെയാണ് സംസാരിക്കുന്നത്. നമ്മൾ മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. സോ ഇത് കുറച്ചും കൂടി ഒരു നമ്മുടെ ഇവിടെ ഒരു AI ഒരു ഏജന്റ്, ഇവിടെ ഏജൻസിയിൽ ഒരാളിരുന്ന് സ്ഥിരം ഇരുന്ന് കോൾ അറ്റൻഡ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് അതൊരു ടാസ്ക് തന്നെയായി മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതിന് പകരം AI ഏജന്റ് ഓഫ് ടൈം ആണെങ്കിലും അല്ല ബിസിനസ് അവേഴ്സ് ആണെങ്കിലും ഇത് വർക്ക് ചെയ്യും. 24/7 വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു അസിസ്റ്റന്റ് പോലെ അവിടെ ഇരിക്കും. അതാണ് ഒരു AI ഏജന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഞാൻ എവിടെ നിർത്തി? യാ കണക്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. താങ്ക് യു. നോക്കാം, നമുക്ക് കണക്ട് ചെയ്തിരിക്കാം. ഓക്കെ, ഏജന്റ് ഇൻ കേരള. ഓക്കെ, കേരള. ബേസിക്കലി എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി അവരുടെ ഒരു ബിസിനസ്സിന് വേണ്ടി ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അവർക്ക് എങ്ങനെ ബിസിനസ് എന്ന് വെച്ചാൽ പുള്ളിയുടെ ബിസിനസ്സിന് ഒരുപാട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് കോൾസ് വരുന്ന സംഭവമാണ്. അപ്പൊ കോൾസ് വരും. പുള്ളിക്ക് മെയിൻ സംഭവം എന്ന് വെച്ചാൽ, ഇനിയിപ്പോ നമുക്ക് സ്ക്രീൻ പ്രസന്റേഷൻ വേണമെങ്കിൽ നിർത്താല്ലേ? ഞാനായോ ഫുള്ള്? ഓക്കെ. എന്താ പറയാ, കുറേ കോൾസ് വരും. കോൾസ് വന്നു കഴിയുമ്പോൾ അവരോടൊക്കെ റിപ്ലൈ ചെയ്യലാണ് പുള്ളിയുടെ മെയിൻ പണിയുന്ന അവസ്ഥയാണ്. കുറെ 100 കോളൊക്കെ പുള്ളിക്ക് ഒരു ദിവസം വരുന്ന ഒരു അവസ്ഥയാണ്. അതിനകത്ത് പുള്ളി പറയുന്ന ഒരു 30 പേരൊക്കെ ആയിരിക്കും ഒരു ലീഡ് ഉണ്ടാവുക. സോ പുള്ളിക്ക് ഈ കോൾസിൽ അധികം വരുന്നവർ ചോദിക്കുന്നത് പുള്ളിയുടെ പ്രൊഡക്ട്സ് എന്തൊക്കെ, പുള്ളിയുടെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജനറൽ എൻക്വയറീസിന് വേണ്ടിയാണ് ആക്കിത് വേണ്ടുവന്ന്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സിംഗിൾ ഏജന്റിന്റെ കാര്യം ഇത്രയും നേരം. സോ പുള്ളിയുടെ ഉദ്ദേശം എങ്ങനെയാന്ന് വെച്ചാൽ, പുള്ളിക്ക് ഒരുപാട് ഈ പറഞ്ഞ പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ പല ലാംഗ്വേജ് ആ ഏജൻസി യൂസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. നമ്മളൊരു മൾട്ടി ലിംഗ്വൽ മൾട്ടി ഏജന്റ് സിസ്റ്റം ആയിരുന്നു നമുക്കപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. എന്താ പറയാ, ഒരുപാട് സ്കോപ്പ് ഉണ്ട് കേരളത്തിൽ. ഒൺലി തിങ് ഇസ് കോസ്റ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ വാപ്പിയുടെ കോസ്റ്റ് ഉണ്ട്. വാപ്പി എന്ന് പറഞ്ഞാൽ നേരത്തെ ടൂള് കാണിച്ചല്ലോ, ഒരു AI ഏജന്റ് ഉണ്ടാക്കുന്ന ഒരു ടൂള്. അപ്പൊ അതിന്റെ കോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ടെക്സ്റ്റ് ടു സ്പീച്ച്, സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അവർ ഇന്റേണലി. അപ്പൊ അതിനൊക്കെ വേണ്ടി കുറെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ടൂൾ കോസ്റ്റുകൾ വരുന്നുണ്ട്. സോ ഈ ടൂൾ കോസ്റ്റും നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്ന കോസ്റ്റും തമ്മിൽ നമ്മളൊരു എത്രത്തോളം വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ ഒരു ഈക്വൽ ആയിരിക്കോ അത് കൂടുതലായിരിക്കോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മളൊരു സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ വരും എന്ന് എനിക്ക് ആ ഒരു നോക്കണം. ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് എനിക്ക് ഓഫ് കോഴ്സ് പറയാൻ പറ്റും. നമ്മുടെ ഒരു എംപ്ലോയിയുടെ ചെലവ് എന്ന് പറഞ്ഞാൽ മോർ ഒരുപാട് കൂടുതലാണ് ദാൻ AI ഏജന്റ്. ഒരുപാട് നമുക്ക് ലേബർ ചാർജ് ഉള്ള ഒരു കൺട്രിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യയിലും നമുക്കറിയാം ലേബർ ചാർജ് കൂടി വരികയാണ്. സോ ഓഫ് കോഴ്സ് പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ആ ഒരു ടൂളിന്റെയും എല്ലാം കോസ്റ്റ്, നമ്മുടെ റിക്വയർമെന്റും എല്ലാം കൂടി ടാലി ചെയ്ത് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നോക്കുമ്പോൾ ഇതാണ് കുറെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ പറയുകയാണെങ്കിൽ 24/7 വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓഫ് ടൈം, ഈ പറഞ്ഞ 24/7 വർക്ക് ചെയ്യുന്ന ഓഫ് ടൈമിൽ നമുക്ക് ബിസിനസ് കിട്ടും. അതേപോലെ ലീഡ് ജനറേഷൻ, ക്വാളിഫിക്കേഷനും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയ ഇൻഫർമേഷൻ വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്ന അവസ്ഥയാണ്. ജസ്റ്റ് ആ നോളജ് ബേസിൽ നമുക്ക് ആ ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ ആള് പെർഫോം ചെയ്തോളും. അപ്പം ബേസ്ഡ് ഓൺ ഞാൻ പറഞ്ഞു ബിസിനസിന്റെ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോസ്റ്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടിരിക്കും കേരളത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സ്പീക്ക് മലയാളം വിത്ത് കസ്റ്റമേഴ്സ്. യെസ്, ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ AI ഏജൻസ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ മുന്നേ പറഞ്ഞ അവരുടെ ഫ്രണ്ടിന് ആക്ച്വലി പുള്ളിക്ക് ഹിന്ദി, തമിഴ്, മലയാളം 3 വേണമായിരുന്നു. ഹിന്ദിയും തമിഴും ഇപ്പൊ ഡയറക്ട്ലി ഞാൻ യൂസ് ചെയ്തിരുന്ന ഇപ്പൊ വാപ്പി എന്ന് പറഞ്ഞാൽ ആ ടൂളിലൊക്കെ അവൈലബിൾ ആണ്. തമിഴ് കുറച്ചൊരു ഓക്വേർഡായിട്ട് ആദ്യം ഫീൽ ചെയ്ത്, പക്ഷെ പിന്നെ അത് കുറച്ചും കൂടി നമ്മൾ ടോഗിൾ ചെയ്ത് പല സിനാരിയോസ് ഒക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും
തമിഴ് പെർഫെക്റ്റ് ആയി, ഹിന്ദി ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു ഓൾറെഡി. പിന്നെ മലയാളം ഡയറക്റ്റ്ലി ഇപ്പൊ പല ടൂളിലും ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു പല ഓപ്ഷൻസ് ഉണ്ട്. പല API വെച്ചിട്ട് നമുക്ക് ആ മലയാളം സ്പീക്ക് ചെയ്യുന്ന ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. ശരിക്കും പോസിബിൾ ആണ് ബേസിക്കലി. ഞാൻ മലയാളം ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഈ പറഞ്ഞ തമിഴും ഹിന്ദിയും ക്രിയേറ്റ് ചെയ്തു. മലയാളം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ മലയാളം ഞാൻ കേട്ടു, പല പല ഈ പറഞ്ഞ പോലെ സ്പീച്ച് ടു ടെക്സ്റ്റും ടെക്സ്റ്റ് ടു സ്പീച്ചും കൺവേർട്ട് ചെയ്യുന്ന പല ടൂളുകളിലും സംഭവം ഉണ്ട്. ജസ്റ്റ് നമ്മുടെ ടൂളിലേക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യണം എന്നൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. പോസിബിൾ ആണ്. പിന്നെ വൈ വറി ലേൺ AI. ഓക്കെ, കൊള്ളാം. അതെ, ഇനിയൊരു ഫീച്ചർ അതാണ്. സോ ഇപ്പൊ ജോലി നോക്കുന്നവരുണ്ടെങ്കിലും കുറച്ചും കൂടി AI റിലേറ്റഡ് നോക്കുമായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരു ടെക് ഫീൽഡിൽ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ലെവലിലുള്ള ബേസിക് ലെവലിലുള്ള ഡെവലപ്പേഴ്സിനൊക്കെ ആക്ച്വലി അതിൻ്റെ ഒരു യൂസ് കുറഞ്ഞു വരിക. ഇപ്പൊ എല്ലാം വേണ്ടത് AI ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഡെവലപ്പേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ആ ഒരു കഴിവുള്ള മനുഷ്യർ, അല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ടൈപ്പ് കാര്യങ്ങൾ ചെയ്യും. മറ്റേത് ബ്രില്യൻ്റ് ഇല്ല എന്നല്ല കേട്ടോ, പക്ഷെ എന്നാലും അതിനേക്കാൾ അഡ്വാൻസ് ലെവലിലാണ് ഹ്യൂമന്റെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. അങ്ങനത്തെ ഒരു ജനറേഷനിൽ എത്തി നമ്മൾ. സോ കുറെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കണം. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പൊ എല്ലാ ബിസിനസ്സും അങ്ങോട്ട് മൂവ് ചെയ്യാണ്. നമുക്കിപ്പം ശരിക്കും നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ടെക്നോളജി ഇന്റർനെറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു ടൈമില്ലേ, ആ സമയത്ത് ജീവിക്കുന്ന ഒരാൾക്കാരെ പോലെയാണ് നമ്മൾ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ AI പിടിക്കാം, അല്ലെങ്കിൽ കുറച്ചാൾ കഴിഞ്ഞിട്ട് പതുക്കെ പിടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മളപ്പോൾ അത്രയും ബാക്ക്വേർഡ് ആയിപ്പോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അതിന് മുന്നേ കയറി പോകും. ആ ഒരു സിറ്റുവേഷനാണ്. നമുക്ക് പതുക്കെ അതിനകത്തേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യായിരിക്കും നല്ലത്. പുതിയ ജോലി നോക്കുന്നവരായാലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ബിസിനസ്സുകാരാണെങ്കിലും പതുക്കെ അതിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഈ ചെറിയ ടാസ്ക് നമ്മൾ കൊടുത്ത് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസി. കാരണം ഇനി കൂടുന്തോറും ലേബർ ചാർജ് എവിടെയാണ്, ലോകത്ത് എവിടെയാണ്, ഇന്ത്യ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ലേബർ ചാർജ് അപ്പായിക്കൊണ്ടിരിക്കുക. ഒരു സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഒരു ഫ്രണ്ട് ഡെസ്കിലുള്ള ഒരു സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഈ 24/7 എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമല്ല, അതിൽ ഉപരി AI ഏജൻസ് എന്ന് പറയുമ്പോൾ അതിന് ഇമോഷണൽ സ്വിങ്സ് ഇല്ല, മൂഡ് സ്വിങ്സ് ഇല്ല. അത് ഇപ്പൊ കസ്റ്റമർ ചീത്ത പറഞ്ഞാലും അത് ആ ഒരു രീതി തന്നെ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ അതിന് ക്ഷീണമില്ല, അത് പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ അതിന് അങ്ങനത്തെ കുറെ പരിമിതികളുണ്ട്. എന്നാൽ ഹ്യൂമൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ആ അഡ്വാൻറ്റേജിലേക്കാണ് പോകേണ്ടത്. നമ്മൾ പരിമിതികൾ നമ്മൾ കുറയ്ക്കും, അല്ലെ? അങ്ങനെ. അപ്പൊ സംടൈംസ് സിമിലർ ടു ഓട്ടോമേഷൻ ഓഫ് റിപ്പീറ്റഡ് ടാസ്ക് ഡോക്യുമെന്റേഷൻ. ഫോളോ അപ്സും ഡേറ്റ് ആൻഡ് ടൈമും ഒക്കെ ഇവിടെ നമുക്ക് അറിയാൻ. ഇപ്പൊ പല സ്ഥലത്തും ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റൽസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഫോളോ അപ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഞാൻ കണ്ടേക്കണം. ഇപ്പൊ നമ്മൾ ഡെന്റിസ്റ്റ് ഓഫീസിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇയർലി ചെക്കപ്സ് ഉണ്ടാവുമല്ലോ. സോ ഇയർലി ചെക്കപ്പ് നമ്മൾ കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്തിട്ട് പോയതായിരിക്കും. ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഏജന്റ് വിളിച്ച് ഇപ്പൊ ഫോളോ അപ്പ് എടുക്കും. ഓക്കെ, നിങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ അവർ ഫോളോ അപ്പ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു സ്പേസ് അവർ ബുക്ക് ചെയ്ത് വെച്ചേക്കുക. ഇല്ലെങ്കിൽ അവർക്ക് വേറൊരു കസ്റ്റമർ കെയർ അല്ലെങ്കിൽ വേറൊരു പേഷ്യന്റിനെ ആ ഒരു സ്ലോട്ടിൽ കയറ്റാൻ പറ്റും, ബുക്ക്ഡ് ആയി കിടക്കുന്ന സ്ലോട്ടിലേക്ക് കയറ്റാൻ പറ്റും. സോ ഏജൻസി വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ റിമൈൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പൊ കോമൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. പല ഇൻഡസ്ട്രീസിലും വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോ ആദ്യം ഇത് കണ്ടത് ശരിക്കും പറഞ്ഞ ഡോക്ടർ ഓഫീസുകളിലാട്ടോ. ശരിക്കും എക്സാമിന്റെ ഒക്കെ വർഷത്തിലൊക്കെ ചെയ്യേണ്ട സംഭവമാണ്. അപ്പൊ അത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് തന്നെ വിളിച്ചത് ഓർപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ എക്സാമിനേഷന്റെ ഡേറ്റ് ആവാറായി. നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ ആള് വിളിച്ച് ഓർപ്പിച്ചോളും. അങ്ങനെയാണ്. പിന്നെ പുതിയ ഓഫ് കോഴ്സ് AI ഏജൻസ് ഡൈനാമിക് ആണ്. അത് പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതിന്റെ നോളജ് ബേസിലേക്കും. അപ്പൊ അതനുസരിച്ച് ചേഞ്ച് വരുത്തുന്നോണ്ടിരിക്കും. Is it feasible മലയാളം? യെസ്, മലയാളം ലാംഗ്വേജ് ഓഫ് കോഴ്സ് AI സ്പീക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേഴ്സണലി അത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ തമിഴും ഹിന്ദി ഞാൻ യൂസ് ചെയ്തു, പക്ഷെ മലയാളം ഞാൻ കണ്ടു. എനിക്ക് ചെയ്യണം, ഫ്യൂച്ചറിൽ ഞാനത് ചെയ്യും. കസ്റ്റമർ സർവീസ് ജോബ് ടു എൻ എക്സ്റ്റെന്റ് അഫക്റ്റ് ചെയ്യും. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കസ്റ്റമർ സർവീസ് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഇപ്പൊ AIs കൊടുക്കുന്നത് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ടൈപ്പാണ്. കാരണം എല്ലാ 24/7 അവൈലബിൾ ആണ്. അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. എപ്പോഴും അവൈലബിൾ ആണ് ആള്,
എപ്പോൾ വിളിച്ചാലും നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് നേരം ക്യൂവിൽ കിടന്ന് അങ്ങനത്തെ ഒരു സെറ്റപ്പേ അല്ല. അതുപോലെ തന്നെ എന്താ പറയാ, കസ്റ്റമർ സർവീസ് ചിലപ്പം ഇപ്പൊ ഒരു കോംപ്ലിക്കേറ്റഡ് കേസ്, ഇപ്പൊ ഒരു കസ്റ്റമർ ഭയങ്കര ദേഷ്യപ്പെട്ട് ആളുടെ ഇമോഷൻസും ഹാൻഡിൽ ചെയ്യാനേ ഏജൻസ് പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മളൊരു ഫാൾ ബാക്ക് സിറ്റുവേഷൻ കൊടുക്കുന്നുണ്ട്. അത് എപ്പോഴും ഒരു നല്ലൊരു കാര്യമാണ്. ഏത് ഏജന്റ് ഉണ്ടാക്കുമ്പോഴും നമ്മളൊരു ഫാൾ ബാക്ക് സിറ്റുവേഷൻ കൊടുക്കുന്നത്. അതായത് ഒരു രീതിയിൽ ഏജന്റിന് മനുഷ്യനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു അപ്പോൾ ഒരു ഏജന്റ് ഹ്യൂമന് ഈ കോൾ അങ്ങ് ട്രാൻസ്ഫർ, കാരണം ഹ്യൂമൻ നമുക്ക് കുറച്ചുകൂടി എമ്പത്തിയോടെ നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ ഒരു ജോബ് ഉണ്ട്, പക്ഷെ ബേസിക്കലി അത് കുറച്ച് അഫക്റ്റ് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഫ്രണ്ട് ഡെസ്ക് ജോബുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അവർക്ക് വേറെ ടൈപ്പ് ഓഫ് ടാസ്ക് വരും. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമുക്കൊരു ഒരു 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 ഫ്രണ്ട് ഡെസ്ക് ഏജന്റും ഉണ്ട്, അയാൾക്ക് ഒരു 100 കോളും വരികയാണെങ്കിൽ ഒരിക്കലും അയാൾ പ്രൊഡക്റ്റീവ് ആയിട്ട് അയാൾ ചെയ്യുന്ന ഒരു കാര്യം പ്രോപ്പർ ആയിരിക്കില്ല. അപ്പൊ ഇത് കുറെ പകുതി കാര്യങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ, ലീഡ് ആയിട്ടുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫിന് വരികയാണെങ്കിൽ ആൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും അല്ലെ. ആ ഒരു 30 കോള് അറ്റൻഡ് ചെയ്ത് 30 കോള് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുക, അവിടെയാണ് ആ ഒരു ബെനിഫിറ്റ്. നമ്മുടെ ഉള്ള സ്റ്റാഫിന്റെ തന്നെ ജോലിഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അവരെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും നമ്മുടെ സ്റ്റാഫിന്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എന്താ പറയാ, അവസരങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇത് നഷ്ടപ്പെട്ട ജോലികൾ നമ്മൾ ഒട്ടും അപ്ഡേറ്റഡ് ആവാണ്ടിരിക്കുകയാണെങ്കിൽ കുറെ ലോസും സംഭവിക്കുന്ന ഒരു ഏരിയ ആണ്. Okay, could design agents for handling training related calls. Training. Okay, training means educational ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകളെ കുറിച്ചുള്ള എൻക്വയറീസ് ഒക്കെ വരാം, ടൈമിങ്ങിനെ കുറിച്ചൊക്കെ വരാം. അതേപോലെ തന്നെ നമുക്കിപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ട്യൂഷൻ സെന്റർ ആണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മൾ ഓൾറെഡി ക്ലാസ് തുടങ്ങി ഒരു 10 ക്ലാസ് ആയവരുടെ ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്തൊക്കെ ജനറൽ ക്വറീസ് ഓഫ് കോഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു പേഴ്സണൽ ടച്ച് വരേണ്ട ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു അല്ലെ. കാരണം നമ്മളൊരാൾ പഠിപ്പിക്കുകയാണല്ലോ. അപ്പം ഇപ്പൊ ഞാൻ തന്നെ ഒരു അവതാരം ഉണ്ടാക്കിയിട്ട് ഇരുന്ന് പറയുന്നതിനേക്കാളും ഞാൻ നേരിട്ട് പറയുന്നതായിരിക്കുമല്ലോ നിങ്ങൾക്കും. എപ്പോഴും നമ്മൾ അങ്ങനെയാണോ, നമ്മൾ കുറച്ചുകൂടി ഒതന്റിക് ആയിട്ടുള്ള അങ്ങനത്തെ സംഭവത്തിനാണല്ലോ പ്രിഫർ ചെയ്യുക ട്രെയിനിങ് എന്ന് പറയുമ്പോൾ. പക്ഷെ അതല്ലാണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കുറെ റെക്കോർഡിക്കൽ വർക്ക്സ് ഉണ്ടാവുമല്ലോ, ഇവരുടെ അറ്റൻഡൻസ് എടുക്കലും പല ടാസ്കുകളും ഉണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള എല്ലാ ടാസ്കുകളും അല്ലെങ്കിൽ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ ടാസ്കുകളും നമുക്ക് AI ഏജൻസിനെ ഏൽപ്പിക്കാവുന്നതാണ്. പക്ഷെ ട്രെയിനിങ് കൊടുക്കുന്ന ആള് ഹ്യൂമൻ കൊടുക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ. അൺലെസ് ഒരു റെക്കോർഡ് സെക്ഷൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു അവതാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജന്റ് ഇരുന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഇസ് ഇറ്റ് ഓൺലി അവൈലബിൾ ഫോർ ഇൻകമിങ് കോൾസ്? നോ ആക്ച്വലി ഔട്ട്ബൗണ്ട് കോൾസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു. ഫോളോ അപ്സ് കോൾസ് നമുക്ക് ഔട്ട്ബൗണ്ട് കോൾ ഇഷ്ടം പോലെ ചെയ്യാം. ലീഡ് അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിളാണ് ഫസ്റ്റ് എനിക്ക് മനസ്സിലേക്ക് വന്നത്, നമ്മുടെ അപ്പോയിന്റ്മെന്റ് റിമൈൻഡർ വരുന്ന കോൾസ്. അതല്ല നമുക്കിപ്പം നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നോ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ. അപ്പോൾ അവർ അങ്ങോട്ട് വിളിച്ച് നമുക്ക് കോൾസ് ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഔട്ട്ബൗണ്ട് കോൾസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിൽഡിംഗ് എംപതി. ഓക്കെ, ആക്ച്വലി എംപതി ടു ആൻ എക്സ്റ്റെൻഡ് നമുക്ക് ഹ്യൂമനെ പറ്റുള്ളൂ ഓഫ് കോഴ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഏറ്റവും ബാഡ് സിറ്റുവേഷനിൽ നമ്മളൊരു ഹ്യൂമനെ ട്രാൻസ്ഫർ ചെയ്യണം. കോൾ ട്രാൻസ്ഫർ ചെയ്യാൻ കാരണം നമ്മൾ കസ്റ്റമറിന് വെറുപ്പിച്ചിട്ട് കാര്യമില്ല, ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ പുതിയ വരുന്ന എല്ലാ ടൂളിലും ഇമോഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ആ ഹ്യൂമൻ സംസാരിക്കുന്ന ഇമോഷൻ ട്രാക്ക് ചെയ്ത് അതേ രീതി സംസാരിക്കും. ഞാനിപ്പോൾ എല്ലാ പ്രോംപ്റ്റ് എഴുതും, എല്ലാ ഏജൻസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഫ്രണ്ട്ലി ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം എന്നൊക്കെ പറയും. പക്ഷെ കസ്റ്റമർ വിളിച്ചിട്ട് അയാൾ ഭയങ്കര സാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്, അയാൾ ഭയങ്കര വിഷമത്തോടെയൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞത് ശരിയാവില്ല. സോ ആ ഇമോഷൻസ് സെൻസ് ചെയ്യാൻ ഇപ്പൊ വരുന്ന AI ഏജൻസിനൊക്കെ കഴിയുന്നുണ്ട്. അത് കുറെ ഇമോഷണൽ സെൻസിങ്ങും അപ്പൊ അത് വെച്ചിട്ട് റെസ്പോണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഓഫ് കോഴ്സ് ഹ്യൂമന്റെ അത്രയും പറ്റില്ല. അത് നാച്ചുറലായിട്ട് നമുക്ക് തരുന്ന നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമോഷൻസ് ഇപ്പൊ സെൻസ് ചെയ്യുന്നുണ്ട്. സോ അതനുസരിച്ച് അത് ബിഹേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
അത് ഒരുപാട് ഇനി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും, പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഹ്യൂമനേക്കാൾ എമ്പതി ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിവേസ് ആ ഹ്യൂമന്റെ കുറെ ശരിക്കും ഹ്യൂമൻ ആണെന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ വോയിസ് നിന്ന് ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, ശരിക്കും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും പെർഫെക്റ്റ് ആയ വോയിസ് ഉണ്ട്. ആ കോളിൽ വന്ന വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു റോബോട്ട് സംസാരിക്കണ പോലല്ലോ, ശരിക്കും മനുഷ്യൻ സംസാരിക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് ഉണ്ട്. നമുക്ക് ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിനനുസരിച്ചൊക്കെ ചാർജ് മാറും. സോ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ചാർജ് തന്നെ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പണ്ട് നമുക്ക് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇപ്പൊ എല്ലാവരും അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ടെക്നോളജി ഇങ്ങനെ ഇൻക്രീസ് ആയി വരുന്തോറും ഇതൊക്കെ അഫോർഡബിളും ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എമ്പതി. ഓക്കെ, ഇറ്റ്സ് ഓപ്ഷൻ അബൌട്ട് ഓട്ടോമേഷൻ എഞ്ചിനീയർ റോൾ. എഞ്ചിനീയർ IT ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് കോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ AI ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഏജൻസ് തന്നെ വേണമെങ്കിൽ കോഡ് ചെയ്യും, അതൊക്കെ ചെയ്യും. ഇപ്പൊ അങ്ങനെയുള്ള റോൾസ് ബേസിക്കലി അവർക്ക് കൂടുതൽ എഞ്ചിനീയറിംഗ് റോള് വരുമ്പോ ഓട്ടോമേഷൻ ആണല്ലോ. ഓക്കെ, യാ ഓഫ് കോഴ്സ് എന്താ പറയാ, എഞ്ചിനീയർ ചെയ്തുകൊണ്ടിരുന്ന പല റോൾസ് ഇപ്പം കോഡ് ജനറേഷൻ നമുക്കിപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ പലത് ഇപ്പൊ സിവിലിന്റെ ഒക്കെ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മളതിന് ആ ഒരു ഇൻഫർമേഷൻ വെച്ച് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പല ടാസ്കും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിൽ ഇറ്റ് AI ഏജൻസ് ഹാലുസിനേറ്റ്? ഓഫ് കോഴ്സ് ഹാലുസിനേറ്റ് ചെയ്യും. ഹാലുസിനേറ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു സിംഗിൾ AI മൾട്ടിപ്പിൾ AIസും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമുക്ക് ഒരു ടാസ്ക് ഒരു ഏറ്റവും ബെറ്റർ ഒരു ചെറിയ ടാസ്ക് ഒരു AI ഏജന്റിന് കൊടുക്കുന്നതാണ്. കാരണം അതപ്പോൾ ബെറ്റർ ആയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യും. പക്ഷെ നമുക്ക് ഒരു വലിയ കാര്യം നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്നാൽ അതൊക്കെ കൂടി കൊളാബറേറ്റ് ചെയ്യണ്ടേ. ഇപ്പം നേരത്തെ ആരോട് ടൂറിസം ഏരിയയിൽ, അപ്പൊ ടൂറിസ്റ്റ് ഏരിയയിൽ ഇപ്പം നമുക്ക് വെതർ പോയി ചെക്ക് ചെയ്യണം, പിന്നെ പോയിട്ട് അവൈലബിൾ ലൈക്ക് ഹോട്ടൽസ് നമ്മൾ നോക്കണം, റെസ്റ്റോറൻറ്റ്സ് നമ്മൾ നോക്കണം, സ്പോർട്സ് നമ്മൾ നോക്കണം. അങ്ങനെയുള്ള എല്ലാം ഒരു ഏജന്റിനെ പോയി ചെക്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ മറ്റേ ഏതൊരു സിനിമയിൽ ഇന്നസെന്റ് പറയണ പോലെ അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ പോലെ ആകെ ഹാലുസിനേഷനിലേക്ക് പോകും. പക്ഷെ നമ്മൾ മൾട്ടി ഏജൻസ് വെക്കുകയാണെങ്കിൽ അതിനറിയാം ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ അത് പോയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് എന്നിട്ട് ഇവർ തമ്മിലൊരു കൊളാബറേഷൻ ഉണ്ടായിട്ട് നമുക്കൊരു സ്പെസിഫിക് ഗോളിലേക്ക് കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാലുസിനേഷന്റെ മെയിൻ റീസൺസ് ഫസ്റ്റ് നിങ്ങൾ പ്രോംപ്റ്റിങ്ങിലുള്ള പ്രശ്നങ്ങൾ ഹാലുസിനേഷൻ റീസൺ ആണ്. സോ എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്നു അത്രത്തോളം ഹാലുസിനേഷൻ ഇല്ലാണ്ട് AI ഏജൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതൊക്കെയാണ് നമ്മുടെ റീസൺസ് മുന്നിൽ വരുന്നത്. അതിനൊക്കെ സൊല്യൂഷനും ഉണ്ട് ടു ആൻ എക്സ്റ്റെന്റ്. ഓക്കെ, പിന്നെ വാട്ട് ഇസ് ഇൻഡസ്ട്രി ദാറ്റ് ഇസ് അഡോപ്റ്റിംഗ് ദ AI rapidly at the present? What do you think about the adoption of these agents in the next 5 to 10 years? Next 5-10 years ആക്ച്വലി നമ്മുടെ മാർക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് AI ഏജൻസ് നമ്മളെക്കാളും മനുഷ്യരെക്കാളും കൂടുതൽ AI ഏജൻസ് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇൻഡസ്ട്രി വിച്ച് ഇസ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി എന്ന് ചോദിക്കുമ്പോൾ ബേസിക്കലി എല്ലാ ഇൻഡസ്ട്രിയും ബെസ്റ്റ് ആണ്. റാപ്പിഡ്ലി ചേഞ്ചിങ് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഞാനിപ്പോ എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് ലെവലിൽ കാണുന്നത് എല്ലാ ബിഗ് ഷോട്ട്സുകളും, ഈവൻ ഇപ്പൊ നമുക്ക് പറയാം ഹോസ്പിറ്റൽ സർവീസ് ആണെങ്കിൽ പോലും ഹെൽത്ത് ഇൻഡസ്ട്രി ഒരു ബിസിനസ്സും കൂടിയാണ്. അവിടെ ഒരുപാട് ഓട്ടോമേഷൻസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഫുഡ് ചെയിൻ, ഈ ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ ഇപ്പൊ കുറെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് AI ഓട്ടോമേഷനിലേക്ക്. കാരണം ഓർഡർ എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റെസ്റ്റോറൻറ്റ് സിസ്റ്റം ഇപ്പൊ കുറെ AIയിലേക്ക് മാറുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് മാറ്റം കാണുന്നുണ്ട്. സ്പെസിഫിക്കലി എനിക്കൊരു ഏരിയ പറയാനില്ല. കാരണം ഇപ്പൊ എന്താ പറയാ, നമുക്കൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് വിൽക്കാനുള്ളത് അങ്ങനെ വിചാരിക്കേണ്ട. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലോയറിനെ പറയുകയാണെങ്കിൽ അയാൾ നടത്തുന്നതും ഒരു ബിസിനസ് കൈൻഡ് ഓഫ് ഒരു ബിസിനസ് ആണല്ലോ. സോ ആൾക്ക് ഒരുപാട് ക്ലയൻസ് വരുന്നുണ്ടാവും. അപ്പൊ ആളുടെ കേസ് ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പൊ AI ഏജൻസ് പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻ ആണ്. സോ ഓക്കെ, ഇന്ന ആളുടെ കേസ് ഇപ്പൊ കോർട്ടിൽ ഇന്ന അവസ്ഥയിലാണ്.
സോ അടുത്ത സ്റ്റെപ്പ് എടുക്കണം നമ്മൾ ഇങ്ങനെയാണ്. ഇന്ന് വരെ എ ഏജൻറ് സജസ്റ്റ് ചെയ്യും, അയാളുടെ സ്കെഡ്യൂളിങ് ചെയ്യും. അങ്ങനെ അയാളുടെ കേസ് സ്റ്റഡി ഇതെല്ലാം ഒരു ലോയർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ എല്ലാ ഇൻഡസ്ട്രിയിലും ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഓൺടർപ്രണേഴ്സിനൊക്കെ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. എ ഐ ഏജൻസ് ഡെവലപ്പിംഗ് ഫുൾ കോഡിംഗ് അല്ലേ, ഡാറ്റ സെറ്റ് അവൈലബിൾ ആണോ, ഓപ്പൺ എ ഐ അക്കൗണ്ടും വേണ്ടേ, കോഡിംഗ് ഓക്കെ. കോഡിംഗ് പ്ലാറ്റ്ഫോം ബേസിക്കലി ഓക്കെ. ഞാൻ കോഡിംഗ് പ്ലാറ്റ്ഫോം കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളല്ല ആയിട്ട് കോഡിംഗ്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മൈക്രോസോഫ്റ്റിന്റെ സിമാൻഡിൽ കേണൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന അവരുടെ ഒരു കിറ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ആക്ച്വലി കോഡിംഗ് ഒരു ഹെൽപ്പ് ഉണ്ട്, ആക്ച്വലി ഒരു പാർട്ട്ണർ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. സോ ആളാണ് ചെയ്യുന്നത്. ബട്ട് ബേസിക്കലി ആളിനെ പറയും കോഡിംഗ് ഇപ്പൊ എന്താ പറയുക, നമുക്കൊരു ത്രെഡ് മനസ്സിൽ മതി, പക്ഷെ നമുക്ക് ഒരുപാട് എ ഐ കീപ്പ് ഓൺ ക്രിയേറ്റിംഗ് ആണ്. സോ ബേസിക്കലി ആ ക്വസ്റ്റിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എത്രത്തോളം കോഡിങ്ങിൽ എന്തൊക്കെ ഏജൻസ് ആണ് ഡെവലപ്പ് ചെയ്തത്, കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പേഴ്സണൽ ചാറ്റ് ചെയ്യാം. ഞാൻ ചോദിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയാം. ഞാനിപ്പോൾ ഒരു ബ്ലഫ് പറയണേക്കാൾ നല്ലതായിരിക്കുമല്ലോ ഏതാണ് യൂസ് ചെയ്യണേന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊന്ന് പേഴ്സണലി എൻ്റെ ലിങ്ക്ഡിനിലോ എവിടെയെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. Agents are not only limited to handling customers, we can bring this to enhance employee experience as well. Yeah, imagine monitoring all the calls that were handling 9 to 5 and the agents document everything, adding all the tasks to the planners, composting all the emails and decisions that we took in the meetings. Exactly, well said. ഓക്കെ, അതാണ് നമ്മളൊരു റീപ്ലേസ്മെന്റിന് ഉദ്ദേശിക്കുന്നതിന് പകരം എംപ്ലോയീസിനെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാണ്. അവരുടെ ടാസ്ക് അവർക്ക് തമ്മിൽ ഇപ്പൊ ഒരു എംപ്ലോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡെസ്കിൽ അടുത്ത ഡെസ്കിലേക്ക് പോകാന്നൊക്കെ പറയില്ലേ, അതുപോലത്തുള്ള ട്രാൻസ്ഫറും എല്ലാം ഇപ്പൊ നമുക്ക് എ ഏജൻസ് വെച്ചാൽ അവരുടെ ഒരു എക്സ്പീരിയൻസും കുറച്ചും കൂടി നന്നാക്കാം, അവർക്കും കുറച്ച് വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും. നമ്മള് വർക്ക് ലോഡ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മൾ ഒരുപാട് ജാർഗനായിട്ടുള്ള ടാസ്കിനെ കൊടുത്ത് ഒരു എംപ്ലോയിനെ മടുപ്പിച്ച് അവർക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി കുറയ്ക്കണേക്കാളും കുറച്ച് റിലാക്സേഷൻ കൊടുത്തിട്ട് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ചെറിയ കാര്യമാണ് അവർ ചെയ്യണമെങ്കിലും അതിനകത്ത് ഒരു ഫുൾ പൊട്ടൻഷ്യലോടെ അവർ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് പെർഫെക്റ്റ്. ഓക്കെ, building this agents of business, like how does the pricing works, like does it have a building cost and also any other monthly basis cost for maintenance, can you give an approximate for it? Okay, building cost പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എ ഐ ഏജൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിന് ഒരു ചാർജ് ഉണ്ടാവും. നമുക്ക് ഐദർ ലോക്കോൺ പല ടൂൾസ് ഉണ്ട്, അപ്പൊ ടൂൾ നമ്മൾ ഏത് ഉപയോഗിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും ചാർജ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമേഷൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിന് ചാർജ്. നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ ഏജന്റ് ഉണ്ടാക്കുന്നത്, നേരത്തെ ഉണ്ടാക്കി കാണിച്ചത് ഒരു വാപ്പി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ്. അതുപോലെ ഓട്ടോമേഷൻ നടത്തത് മേക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ ഈ ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്ന്. ഇതിനകത്ത് കാണാം അല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റണമെങ്കിൽ ആരും ഒന്ന് പറയാമോ കാണാൻ പറ്റുന്നു? സ്ക്രീൻ വന്നിട്ടില്ല. കണ്ടോ? ഇല്ല 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 അല്ലേ? സ്ക്രീൻ ഷെയറിംഗ് ആണല്ലോ വലിയ പണി. ഇപ്പൊ കാണാമോ? വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കണ്ടോ? ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഏജന്റ് ആണല്ലോ ലിസ. ഈ ലിസയുടെ കോസ്റ്റ് ആണ് ഈ കാണിക്കുന്നത്. ഇപ്പൊ ഇത് പെർ മിനിറ്റിൽ സെന്റിലാണ് കേട്ടോ പറയുന്നത്. അതായത് ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൂളിന്റെ കോസ്റ്റ് ആണ്. 0.05 സെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇത് അതായത് സ്പീച്ച് ടു ടെക്സ്റ്റ്, നമ്മൾ ഹ്യൂമൻ ഇപ്പൊ സംസാരിച്ചു, അപ്പൊ എ ഐക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. ടെക്സ്റ്റിലാക്കി കൊടുത്താലാണ് അവർക്കത് മനസ്സിലാവുള്ളൂ. നമ്മുടെ എല്ലാത്തിലും ആ സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർഷൻ നടക്കുന്നുണ്ട്. സോ ആ സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചൊരു പ്രൊവൈഡറാണ് ഡീപ്ഗ്രാം എന്ന് പറഞ്ഞൊരു ടൂളാണ് യൂസ് ചെയ്തത്. ആ പ്രൊവൈഡറിന്റെ കോസ്റ്റ് ആണ് ഈ പറഞ്ഞത് 0.01.
പിന്നെ മോഡൽ അടുത്തതെന്ന് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ ChatGPT-യുടെ നമ്മളിവിടെ ഓപ്പൺ AI ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ChatGPT 4 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ GPT 4-ന്റെ കോസ്റ്റ് 0.01 വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ടെക്സ്റ്റ് ടു സ്പീച്ചിനാണ് ഏറ്റവും കൂടുതൽ പൈസ വന്നത്. ഞാൻ ഏറ്റവും നല്ലൊരു ടൂളെ യൂസ് ചെയ്തത് 11 ലാബ്സിൻ്റെ ഒരു ഇതാണ് യൂസ് ചെയ്തത്. അതിന് 0.036 വരുന്നുണ്ട് കോസ്റ്റ്. സോ നമ്മളിത് മാറ്റി കൊടുക്കുമ്പോൾ അതനുസരിച്ച് കോസ്റ്റ് മാറും. സോ ഇവിടെ ഒരു മിനിമം 0.11 സെന്റ് നമുക്കൊരു മിനിറ്റ് യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഈ പ്ലാറ്റ്ഫോമിന് മാത്രമാണ്. ഇനി അതുപോലെ തന്നെ ഈ ഈ ട്രാൻസ്ക്രിപ്റ്റ് നമ്മളിപ്പോൾ ബാക്കി ഓട്ടോമേഷൻ ചെയ്ത പ്ലാറ്റ്ഫോം, അതായത് നമ്മുടെ ടൂൾസ് കണക്ട് ചെയ്തിട്ട് ആ ടൂൾസ് ഒക്കെ അപ്ഡേറ്റ് ആവണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്ത് ഈ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഈ പെർട്ടിക്കുലർ ടൂൾ, ഈ മേക്ക് എന്ന് പറഞ്ഞ ഈ ടൂള് ചാർജ് ചെയ്യണത് നമ്മൾ ഓരോ മൊഡ്യൂൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് ചാർജ് ചെയ്യുന്നത് വരുന്നത്. പക്ഷെ വേറെ ടൂൾസ് ഉണ്ട്, ഇപ്പം N8 അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. സോ അവർ ചിലപ്പോൾ ഒരു സിനാരിയോ, ഇതൊരു കംപ്ലീറ്റ്ലി ഒരു സിനാരിയോ ആണ്. നമ്മൾ 3 സിനാരിയോ ഞാൻ ഇവിടെ ഈ ഒരു ചെറിയ കാര്യം ചെയ്യാൻ 3 സിനാരിയോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സിനാരിയോ യൂസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഓരോ ടൂളിന്റെയും ഓരോതിന്റെയും ബേസ് ചെയ്തിട്ട് വരും. സോ അതാണ് കോസ്റ്റ്. പിന്നെ വേറെ കോസ്റ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇതൊക്കെയാണ് കോസ്റ്റ്. നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ എത്രത്തോളം നമ്മുടെ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഒരു ചെറിയ കാര്യം ചെയ്യാനാണെങ്കിൽ ഓഫ് കോഴ്സ് ചെറിയ പൈസ വരുള്ളൂ. അതല്ല ഒരുപാട് ഓട്ടോമേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് ആൾക്കറിയാം. ഞാനിപ്പോ ഒരു ബേസിക് ആയിട്ട് എന്ത് ടൈം കൊടുത്താലും ഓക്കെ ബുക്ക് ചെയ്ത് തരുന്ന ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റമാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആണ്. ഓക്കെ, അതിനകത്ത് എന്താ പറയാ, നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഓൾറെഡി ആ സ്ലോട്ട് ബുക്ക്ഡ് ആണോ ചെക്ക് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ കമ്പനിയുടെ ആ ഒരു ടൈം സ്ലോട്ടിൽ വരുമോ എന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ പല മൊഡ്യൂൾസ് ഇവിടെ യൂസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ചാർജ് ഈ പെർട്ടിക്കുലർ ടൂളാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടും. മറ്റേതാണെങ്കിൽ അവിടെ മൊഡ്യൂളിനല്ല സിനാരിയോ വെച്ച് ബേസ് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ കോമ്പറ്റീറ്റേഴ്സ് ആണ്. സോ ബേസിക്കലി ഇതിന്റെ ചാർജ് ഇപ്പോൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലല്ല. ഇവിടെ ഒരു സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണേക്കാൾ ഓഫ് കോഴ്സ് കുറവാണ്. പക്ഷെ നാട്ടിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോൾ അവിടുത്തെ ബിസിനസ് അനുസരിച്ച് അപ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ആസ് ഐ സേ കമ്പ്യൂട്ടറും ഇന്റർനെറ്റൊക്കെ വന്നപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫ്യൂച്ചറിൽ നമുക്കതറിയാം. നമ്മളിപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബിസിനസ്സും കുഞ്ഞു കടയാണെങ്കിൽ പോലും നമ്മളപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഭാവിയിൽ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് കുറഞ്ഞു പോകും. കാരണം ഇപ്പം തന്നെ എനിക്കറിയാം, ഞാൻ അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉള്ള ചാർജ് അല്ല ഇപ്പം വാപ്പി. കാരണം അത് കുറയുവാണ്. കാരണം അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് ഓഫ് കോഴ്സ് കുറയും. ഓക്കെ, യാ ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞിരുന്നോ? നമ്മുടെ ടൈം 10 മിനിറ്റ്സ് ഓവറായിട്ട്. ഓക്കെ, കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നില്ല, കാരണം ടൈം തീരുവായിരുന്നു. ഓക്കെ, 2 more ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം മന്ത്ലി മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുണ്ട്. ബേസിക്കലി ഞാൻ അത് പറഞ്ഞില്ലായിരുന്നു. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മന്ത്ലി ബേസ്, കാരണം നമുക്ക് അതിനകത്ത് അഡീഷൻസ് ചേഞ്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മന്ത്ലി ഒരു ചാർജ് വരും. പിന്നെ okay, so let's imagine monitoring productivity for a service workshop or a coffee shop, whether the employees are working or having a lot of leisure time, etc. We can have monitoring all this using agents, of course. Hi everyone, our sessions. Okay, that's it. അപ്പം ഞാൻ എൻ്റെ ഒരു ലിങ്ക്ഡിനും ബാക്കിയുള്ള അതിൻ്റെ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക്. എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. അതുപോലെ തന്നെ നിങ്ങൾ തിങ്ക് ചെയ്യുക, ബ്രെയിൻ സ്ട്രോം ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടതെന്ന്. പഠിക്കുന്നവരോ അല്ലെങ്കിൽ ജോലിക്ക് നോക്കുന്നവരാണെങ്കിൽ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ AI വെച്ചിട്ടും കുറച്ച് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിൻ്റെ ബിസിനസ്സിലോ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഐഡിയ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. ബേസിക്കലി ഞാൻ അതാണ് ചെയ്യുന്നത്.
സോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇപ്പോൾ എനിവൺ ലൈക്ക് ഇതിന് ടെക്നിക്കൽ അറിയണം, ബിഹൈൻഡ് ദ സീൻ നന്നായിട്ട് ഡീപ്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ദാറ്റ്. അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. വൺസ് അഗെയിൻ അതിനകത്ത് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു പറയുന്നു. ഓഫ് കോഴ്സ് അർഷാദിനും കോർഡിനേറ്റേഴ്സിനൊക്കെ താങ്ക് യു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? വൈൻഡപ്പ് ചെയ്യാന്നോ? Yeah. So thank you for the valuable session. താങ്ക് യു. Thank you. Thank you. ഓക്കെ ബൈ. ടേക്ക് കെയർ. You too.